ഇന്ന് അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥയാണ്. തണുത്ത് മരവിച്ച് കിടക്കുന്ന ലണ്ടനിലെ വൃത്തികെട്ട ഒരു തെരുവ്. കുറെ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പഴക്കം കൊണ്ട് ഇപ്പോൾ നിലം പൊത്തിപ്പോകുമോ? ആർക്കും സംശയം തോന്നിപ്പോകും. ഇവിടെ ഒരു കെട്ടിടത്തിലെ കൊച്ചുമുറിയിൽ ഒരു പ്രസവം നടന്നിട്ടേ ഉള്ളൂ. ഒരാൺകുട്ടിയാണ് പിറന്നത്. മുഷിഞ്ഞു കീറിയ മെത്തയിൽ വിളറി തളർന്നു കിടക്കുന്ന അമ്മയ്ക്കരികിൽ ഒരനക്കവുമില്ലാതെ അവൻ കിടക്കുന്നു. പാവപ്പെട്ട സ്ത്രീകളുടെ പ്രസവങ്ങൾ കരാറെടുക്കുന്ന ഡോക്ടറും അന്തേവാസികളിൽ ഒരാളായ ഒരു വൃദ്ധയും മാത്രമായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനും അരികിൽ. പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിലുയർന്നു. രക്തം വാർന്ന് വിളറിക്കിടക്കുന്ന അമ്മ ആ കരച്ചിൽ കേട്ട് സന്തോഷിച്ചു. പാതി തുറന്ന കണ്ണിൽ ഡോക്ടറെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, "മരിക്കും മുമ്പ് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം ഡോക്ടർ." മരണത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടറും വൃദ്ധയും അവളെ വഴക്ക് പറഞ്ഞു. ഡോക്ടർ അവൾക്കരികിലേക്ക് കുഞ്ഞിനെ ചേർത്ത് കിടത്തി. നിറഞ്ഞ കണ്ണുകളോടെ അവൾ കുഞ്ഞിനെ കണ്ടു. നെറുകയിൽ തൊട്ടു, തലോടി ഉമ്മ വെച്ചു. എല്ലാം നിമിഷങ്ങൾ മാത്രം. ആ കൈകൾ തളർന്നു. കൃഷ്ണമണി മേൽപോട്ട് പോയി. അവൾ എന്തോ തിരയുന്നതുപോലെ തോന്നി. പിന്നെ എല്ലാം നിശ്ചലമായി. ശരീരം കൂടുതൽ വിളറി. അവൾ അങ്ങനെ മരിച്ചു. തൻ്റെ ജോലി കഴിഞ്ഞെന്ന മട്ടിൽ ഡോക്ടർ പുറത്തേക്ക് നടന്നു. വൃദ്ധ പറഞ്ഞു, "വഴിയിൽ കിടന്ന ഇവളെ ഇന്നലെ രാത്രി ആരും എത്തിച്ചതാണിവിടെ." അവർ കുഞ്ഞിനെ കോരിയെടുത്ത് ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞു. അപ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങിയിരുന്നു. താനൊരു അനാഥനാണ്. ഇനി ആ അനാഥ മന്ദിരത്തിൻ്റെ ചൂരകൾക്കിടയിലെ നരക ജീവിതമാണ് വിധിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മുറക്കെ അവൻ കരയുമായിരുന്നു. കരച്ചിൽ 5-8 മാസം വരെ നീണ്ടു. അവൻ്റെ കുഞ്ഞു വയറ്റിലേക്ക് വിശപ്പകറ്റാൻ മതിയായതൊന്നും തന്നെ കിട്ടാറില്ലായിരുന്നു. ആ കരച്ചിൽ അനാഥ മന്ദിരക്കാർക്കൊരു ശല്യമായി. അങ്ങനെയാണ് അവിടെ നിന്നും അവനെ മാറ്റുന്നത്. മിസ്സിസ് മാൻ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആ കുഞ്ഞെത്തി. അവിടെ 30ഓളം അനാഥ കുഞ്ഞുങ്ങൾ വേറെയുമുണ്ടായിരുന്നു. 2 അനാഥ മന്ദിരങ്ങളും ഒരേ ഇടവകയിൽ തന്നെയായിരുന്നു. മിസ്സിസ് മാനിന് കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ എല്ലാ ആഴ്ചയും കാശെത്തും. എന്നാൽ അവർക്കൊരു സിദ്ധാന്തമുണ്ട്. ഇത്രയും കാശിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകിയാൽ അവർ ചീത്തയാകാൻ വേറെ എവിടേക്കും പോകണ്ട. മാത്രവുമല്ല, അധിക ഭക്ഷണം ദുർമേധസ്സിനും കാരണമാകും. അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം. ഇങ്ങനെയാകുമ്പോൾ ഇത്തിരി കാശ് സമ്പാദിക്കുകയും ചെയ്യാം. ജീവിച്ചിരിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ദ്രോഹവും മാനിനില്ല. മരിച്ചാൽ നേരെ മറിച്ചും. ശവപ്പെട്ടി വാങ്ങണം, സംസ്കരിക്കണം, പിന്നെ അന്വേഷണങ്ങളായി, ചോദ്യങ്ങളായി. മരിച്ചതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതിന് പകരം 100,000 കാര്യങ്ങൾ അറിയിക്കേണ്ടി വരും. ഓരോ കുട്ടി മരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ. എന്നാൽ അമ്മയാരെന്നറിയാതെ മിസ്സിസ് മാനിൻ്റെ അനാഥ മന്ദിരത്തിലെത്തിയ ആ കുഞ്ഞ് മരണത്തെ അതിജീവിച്ച് 9 വയസ്സിലെത്തിയിരിക്കുകയാണ് ഇന്ന്. ഒരു ദിവസം വിശപ്പ് സഹിക്കാനാകാതെ സഹികെട്ട് അവൻ പറഞ്ഞു, "എനിക്ക് വിശക്കുന്നു." മിസ്സിസ് മാനിനോട് മുഖത്ത് നോക്കി ഇന്നേ വരെ ഒരു കുട്ടിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ എങ്ങനെ സഹിക്കും? ഇത്ര ചെറുപ്പത്തിൽ ഇതാണിവൻ്റെ സ്ഥിതി എന്നാൽ വളർന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവർ അവനെ ഇടിച്ചു വീഴ്ത്തി. പിന്നെ തൊഴിച്ച് അവശനാക്കിയ ശേഷം വായുവും വെളിച്ചവും കടക്കാത്ത മരക്കരി സൂക്ഷിക്കുന്ന മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ അവൻ്റെ 2 കൂട്ടുകാരുമുണ്ടായിരുന്നു. "അവട്ടെ കിടക്കട്ടെ" എന്ന് വിചാരിച്ച് മുറി പൂട്ടി വരുമ്പോഴാണ് ഇടവകയിലെ പരിശോധനാ ഉദ്യോഗസ്ഥൻ ബംബിൾ അതാ വരുന്നു. എന്തു ചെയ്യും? അവർ വളരെ സമർത്ഥയാണല്ലോ. "ഞാനിതാ വരുന്നു" എന്ന് ബഹുമാനത്തോടെ വിളിച്ചു പറഞ്ഞ് മരക്കരിയിട്ട് വയ്ക്കുന്ന മുറിയിൽ പൂട്ടിയിട്ട കുട്ടികളെ പുറത്തിറക്കി. കരിയും മാറാലയും തുടച്ചു കളഞ്ഞ് ഉടുപ്പ് മാറി വരാൻ സ്നേഹത്തോടെ പറഞ്ഞു. മാനിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് കുട്ടികളാകെ അന്തം വിട്ടുപോയി. വിഡ്ഢിയും പൊങ്ങച്ചക്കാരനുമായിരുന്നു ബംബിൾ എന്ന മത്തങ്ങാ തടിയൻ. മിസ്സിസ് മാൻ അലമാര തുറന്ന്
മദ്യക്കുപ്പിയും ഗ്ലാസും അയാളുടെ മുമ്പിൽ വെച്ചു. അതോടെ അയാൾ സന്തോഷവാനായി. സൽക്കാരത്തിന് ശേഷം കോട്ടിന്റെ കീശയിൽ നിന്നും ഒരു ഡയറി എടുത്ത് എന്തോ കുറിച്ചിട്ട ശേഷം അയാൾ ചോദിച്ചു, 8 വർഷവും 9 മാസങ്ങൾക്കുമപ്പുറം ഇവിടെ ഒരു കുട്ടിയെ കൊണ്ടുവന്നത് ഓർക്കുന്നില്ലേ? ഒരു ഒലിവർ ട്വിസ്റ്റ്. അവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അവൻ തീർത്തും അനാഥനാണ് എന്ന് ബോർഡിന് ബോധ്യമുണ്ട്. അപ്പോൾ മിസ്സിസ് മാനിന് സങ്കടം വന്നു. കണ്ണു നിറയുന്നതുപോലെ കാണിച്ചു. പക്ഷേ അവർ അത്ഭുതപ്പെട്ടത് അവന് ഒരു പേരുള്ളതിലായിരുന്നു. അവൻ്റെ പേര് ഒലിവർ ട്വിസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി സാർ? സങ്കടം അഭിനയിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അതിൻ്റെ അഭിനന്ദനം മുഴുവൻ എനിക്കാണ്. ബംബിൾ പൊങ്ങച്ചത്തോടെ ചിരിച്ചു. അക്ഷരമാലാ ക്രമത്തിലാണ് ഞാൻ അനാഥ കുഞ്ഞുങ്ങൾക്ക് പേരിടാറ്. ഇവനു മുമ്പ് ഇവിടെ എത്തിയവൻ എസ്. എസ് എന്നാൽ സിമ്പിൾ. പിന്നെ വന്നവൻ യു, അൺവിൽ. അതിനുശേഷം വി, വിക്കിൽസ്. എങ്ങനെയുണ്ട്? അങ്ങ് പ്രതിഭാശാലിയും കവിയുമാണ്, മാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അതെയെന്ന് ബംബിൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നിയമപരമായ കാര്യങ്ങൾ അറിയിച്ചു. 9 വയസ്സായ കുട്ടിയെ സൗജന്യമായി തീറ്റി വളർത്താനാകില്ല. അവനെ തൊഴിൽ പരിശീലിപ്പിക്കണം. അതിന് കൊണ്ടുപോവുകയാണ് ഞാൻ. സന്തോഷം വന്നെങ്കിലും മാൻ നേരത്തെ ഉണ്ടാക്കിയ സങ്കടം ഒന്നുകൂടി പുറത്തെടുത്തു. പിന്നെ എവിടെയോ കൂനിയിരിക്കുന്ന അവനെ പിടിച്ചു കൊണ്ടുവന്ന് സ്നേഹത്തോടെ ബംബിളിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു. 9 വയസ്സുകാരൻ്റെ യാതൊരു വളർച്ചയും കാണിക്കാത്ത വിളറിയൊരു കുട്ടി. അതായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. ഒരു മണ്ടനെ പോലെ അവൻ ബംബിളിൻ്റെ മുന്നിൽ വീഴ്ച നിന്നു. ഒരു കഷ്ണം ഉണക്കറൊട്ടിയും ഒരു ജോഡി മുഷിഞ്ഞ വസ്ത്രവും മാൻ അവനെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ തടിയൻ ബംബിളുടെ നിഴൽ പറ്റി അവിടെ നിന്നും ഇറങ്ങി നടന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസവിച്ച ഇടമാണിതെന്നും തൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇവിടെ നിന്നാണ് ലോകത്തോട് വിട വാങ്ങിയതെന്നും അറിയാതെ അവൻ ആ അനാഥ മന്ദിരത്തിലേക്ക് കടന്നു ചെന്നു. അനാഥ മന്ദിരത്തിലെത്തിയ ഉടനെ ഒലിവർ ട്വിസ്റ്റിനെ ബംബിൾ ബോർഡിനു മുമ്പിൽ ഹാജരാക്കി. എന്താണ് ബോർഡെന്നോ എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ അവനറിയില്ലല്ലോ. അതിന് അവസരവും ലഭിച്ചില്ല. അപ്പോഴേക്കും ബംബിളിൻ്റെ ചൂരൽ അവൻ്റെ മേൽ പതിച്ചു. നീളൻ മേശ, അതിനു ചുറ്റും 5 മാന്യന്മാർ. അതാണ് ബോർഡ്. എന്താ പേര്? ഒരാൾ ചോദിച്ചു. 9 വർഷമായി പേരില്ലായിരുന്നു. കിട്ടിയതോ നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമോ. അതാണെങ്കിൽ ഓർമ്മയിൽ കിട്ടുന്നുമില്ല. സ്വന്തം പേര് പോലും അറിയാത്ത മന്ദബുദ്ധി. ഒരാൾ പരിഹാസത്തോടെ ചിരിച്ചു. അപ്പോൾ മറ്റുള്ളവരും പങ്കുചേർന്നു. ഒരാൾ വളരെ സാവധാനം ചോദിച്ചു, കുട്ടി, നീ അനാഥനാണെന്നറിയാമോ? എന്ന് വെച്ചാൽ എന്താണ് സാർ? ചിരി വീണ്ടും മുഴങ്ങി. നിനക്ക് അമ്മയുമില്ല, അച്ഛനുമില്ല, സ്വന്തമായി ആരുമില്ല, വീടുമില്ല, വീട്ടുകാരുമില്ല. നീ ആരാണെന്ന് നിനക്ക് കൂടി അറിയില്ല. അപ്പോഴവൻ പൊട്ടിക്കരഞ്ഞു. നേരത്തെ മന്ദബുദ്ധി എന്ന് വിളിച്ചയാൾ അത് ശരിവെക്കുന്ന രീതിയിൽ എന്തോ സംസാരിച്ചു. നീ ഇത്രയും കാലം അനാഥാലയത്തിൻ്റെ സൗജന്യത്തിലായിരുന്നു. ഇനി ജീവിക്കണമെങ്കിൽ വല്ല ജോലിയും ചെയ്യണം. മനസ്സിലായോ? ഓ, അവൻ തലയാട്ടി. അങ്ങനെ അടുത്ത ദിവസം മുതൽ ജോലി തുടങ്ങി. തീരെ ചെറിയ, കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചകിരി നാരുകൾ പെറുക്കിയെടുക്കുക. ക്ഷമയും സൂക്ഷ്മതയും പരിശീലിക്കാൻ അനാഥാലയത്തിലെ അഗതികൾക്ക് ബോർഡ് നിർദ്ദേശിച്ച തൊഴിലാണിത്. ഇതിലും നല്ലത് മാനിൻ്റെ അടുത്തുള്ള താമസമായിരുന്നു. ഒലിവർ ട്വിസ്റ്റിന് ഇവിടം ആകെ മടുത്തിരുന്നു. ആരോഗ്യം നാൾക്കുനാൾ ക്ഷീണിച്ചു വരികയാണ്. അളന്ന് കണക്കാക്കിയ സൂപ്പ് ഒരു കലക്ക് വെള്ളം പോലെ 3 നേരവും കിട്ടും. കുറച്ച് കുറയുക എന്നല്ലാതെ ഒട്ടും കൂടില്ല. കത്തുന്ന വയറുമായി ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ അവരിലൊരാൾ പറഞ്ഞു, വൈകിട്ട് ഒരു കോപ്പ കൂടി സൂപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിലൊരാളെ ഞാനിന്ന് വിഴുങ്ങും. കൂട്ടത്തിൽ പ്രായം കൂടിയവനാണ് പറയുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. മുരുടനും കത്തുന്ന കണ്ണുകളുമുള്ള ആ കൂർത്ത മോന്തക്കാരൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്. ഒലിവർ ട്വിസ്റ്റാണ് കൂടുതൽ ഭയന്നത്. രാത്രി ഉറങ്ങുന്നത് അവൻ്റെ തൊട്ടടുത്താണ്. ഉടൻ പ്രശ്നത്തിന് പരിഹാരം വേണം. ഒരു കോപ്പ കൂടി അധികം വേണം. പക്ഷേ ആരത് ചോദിക്കും?
അവസാനം നറുക്കിടാൻ തീരുമാനമായി. നറുക്ക് വീണത് ഒലിവറിനായിരുന്നു. അവൻ വേണം ഒരു കോപ്പ സൂപ്പ് അധികം ചോദിക്കാൻ. ഭക്ഷണം വിളമ്പി. ഒരു തുള്ളിയില്ലാതെ എല്ലാവരും കഴിച്ച് പാത്രം നക്കി തുടച്ചു. ഇനി അധികം ചോദിക്കണം. പേടി കാരണം അവന് തല കറങ്ങുന്നതുപോലെ തോന്നി. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. ദയവായി അല്പം കൂടി തരൂ സാർ. അവൻ സാവധാനം എഴുന്നേറ്റ് കോപ്പ നീട്ടി. വിളമ്പലുകാരന് അതൊരിക്കലും വിശ്വസിക്കാനേ ആയില്ല. അയാളൊരു നികൃഷ്ട ജീവിയെ ചവിട്ടി അരയ്ക്കുന്നതുപോലെ കയ്യിൽ കിട്ടിയ തവി കൊണ്ട് എത്ര ശക്തിയിൽ അടിക്കാനാകും അത്ര ശക്തിയിൽ ഒലിവറെ അടിച്ചു വീഴ്ത്തി. എന്നിട്ടും മതിയാകാഞ്ഞ് ഉറക്കെ കാറിക്കരഞ്ഞു. ബംബിൾ ഓടി വന്നു. അയാൾക്കും അത് വിശ്വസിക്കാനായില്ല. അയാൾ ബോർഡിനെ ഉടൻ തന്നെ വിവരമറിയിച്ചു. ഇത് കേട്ട് എല്ലാവരും പരിഭ്രമിച്ചു. ബോർഡ് യോഗം ചേർന്നു. ഇനി ഇവിടെ ഇവനെ വെച്ചിരിക്കാനാകില്ലെന്ന് തീരുമാനമെടുത്തു. കൂടെ മറ്റൊന്നുകൂടി. ഒലിവർ ട്വിസ്റ്റിനെ എത്രയും പെട്ടെന്ന് വിൽക്കാം. ജോലിക്ക് അവനെ ആവശ്യമുള്ള ആർക്കും കൊണ്ടുപോകാം. മാത്രമല്ല 5 പൗണ്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരാൾ വരുന്നതുവരെ അവനെ ഒറ്റയ്ക്ക് ഒരു ഇരുട്ട് മുറിയിൽ പൂട്ടിയിടാനും തീരുമാനമായി. ചിലപ്പോൾ ബംബിൾ അവനെ പുറത്തേക്ക് കൊണ്ടുവരും. മറ്റു കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലിച്ചതയ്ക്കും. ഭക്ഷണത്തിന് വരി നിൽക്കുന്ന കുട്ടികൾ ഇത് കണ്ട് ഞെട്ടും. ഇനി ആരും അധികം ചോദിക്കാൻ പാടില്ലല്ലോ. അനാഥ മന്ദിരത്തിൻ്റെ ചുമരിൽ പരസ്യം പതിച്ചു. കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഒരാളെത്തി. ഗംഫീൽഡ് എന്ന ദരിദ്രനായിരുന്നു അത്. പുകക്കുഴുകൾ തുടയ്ക്കുന്ന പണിയായിരുന്നു അയാൾക്ക്. തനിക്ക് കാശും കിട്ടും, പണിയെടുക്കാൻ ഒരു ചെക്കനെയും കിട്ടും. അയാൾക്ക് വളരെ സന്തോഷമായി. ബംബിൾ ഗംഫീൽഡിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് ബോർഡിന് മുന്നിൽ നിർത്തി. വൈകുന്നേരം മജിസ്ട്രേറ്റിൻ്റെ അടുത്തു നിന്നും കരാറെഴുതി കൈമാറ്റം ചെയ്യാമെന്നും തീരുമാനത്തിലെത്തി. ബംബിൾ ഇരുട്ട് മുറിയിൽ നിന്നും ഒലിവർ ട്വിസ്റ്റിനെ പുറത്തിറക്കി. ഒരു നല്ല ഉടുപ്പും ഒരു കോപ്പ നല്ല സൂപ്പും നൽകി. തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? അവൻ വല്ലാതെ പേടിച്ചു. പിന്നെ കരച്ചിലൊതുക്കാനേ ആയില്ല. ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കരയരുത്, അയാൾ അവനെ ശാസിച്ചു. പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. പുകക്കുഴൽ തുടപ്പ് ജോലി നിനക്കിഷ്ടമാണോ? മജിസ്ട്രേറ്റ് ചോദിച്ചു. എന്തുത്തരം പറയും? അല്ലാന്ന് പറഞ്ഞാൽ ബിംബിൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒലിവർ ആകെ തളർന്നു. അപ്പോൾ ബംബിൾ പറഞ്ഞു, അവൻ ഇഷ്ടമാണ് സർ. തൻ്റെ പുതിയ യജമാനെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു ചെകുത്താൻ. അവൻ പേടിച്ചു കരഞ്ഞു. നീ എന്തിനാണ് ഭയക്കുന്നത്? മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ അവന് അല്പം ധൈര്യം കിട്ടി. ഇയാളുടെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് ഇവിടുത്തെ ഇരുട്ടുമുറിയാണ്. എന്നെ തല്ലിക്കോട്ടെ, കൊന്നോട്ടെ, ഞാൻ ഇയാളുടെ കൂടെ പോവില്ല. കാര്യമൊക്കെ പിടികിട്ടിയ മജിസ്ട്രേറ്റ് ബംബിളിനെ ശാസിച്ചു. തിരിച്ചു കൊണ്ടു പോകുന്ന വഴിക്ക് ബംബിൾ അവനെ ഒരുപാട് ശാസിച്ചു. അടുത്ത ദിവസം വീണ്ടും മതിലിന്മേൽ ഒലിവർ ട്വിസ്റ്റിനെ വിൽക്കാനുള്ള പരസ്യം വന്നു. വഴിയിൽ നിന്നാണ് ശവപ്പെട്ടിക്കാരൻ സോവർബെറിയെ ബംബിൾ കണ്ടത്. പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒലിവർ ട്വിസ്റ്റിൻ്റെ കാര്യവും കടന്നുവന്നു. തൻ്റെ ജോലിക്കൊരു സഹായിയെ തേടി നടക്കുകയായിരുന്നെന്ന് അയാൾ പറഞ്ഞു. ഒലിവർ ട്വിസ്റ്റിനെ തൊഴിൽ പരിശീലനത്തിനായി കൊണ്ടുവരാമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ ഒലിവറെ ശവപ്പെട്ടിക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. വഴിയിൽ വെച്ച് എപ്പോഴോ ബംബിൾ ഒലിവറെ വഴക്ക് പറഞ്ഞു. നന്ദിയില്ലാത്ത തെണ്ടി, അയാൾ ഉറക്കെ വിളിച്ചു. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഒലിവർ വാവിട്ട് കരഞ്ഞു. രാത്രിയോടെ അവർ സോവർബെറിയുടെ കടയിലെത്തി. പകുതി മാത്രം തുറന്ന കടയിലിരുന്നു കൊണ്ട് സോവർബെറി മെഴുകുതിരി വെളിച്ചത്തിൽ എന്തോ എഴുതുകയായിരുന്നു. ബംബിളിന് പിറകിൽ ഒട്ടി നിൽക്കുകയായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. അവനെ വെളിച്ചത്തിലേക്ക് അയാൾ പിടിച്ചു തള്ളി. തല മുതൽ കാൽ വരെ മെഴുകുതിരി അടുത്ത് പിടിച്ചുകൊണ്ട് സോവർബെറി ഒലിവർ ട്വിസ്റ്റിനെ നിരീക്ഷിച്ചു. പിന്നെ അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു. അവരും വന്ന് അവനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. മെലിഞ്ഞ് കുറിയ സ്ത്രീ പറഞ്ഞു, ഇവൻ നന്നേ ചെറുതാണല്ലോ. അവർക്ക് ദേഷ്യവും വന്നു. ഇവനെ വലുതാക്കിയെടുക്കാൻ ഇനി എത്ര കാശ് ചെലവ് വരും? അത് പറയലും മിസ്സിസ് സോവർബെറി ഒലിവർ ട്വിസ്റ്റിനെ പിടിച്ച് ഒരു ഉന്തും കൊടുത്തു. അകത്തേക്ക് കയറട തെമ്മാടി.
എങ്ങനെയോ വീഴാതെ അവൻ താഴേക്ക് കോണിപ്പടികൾ ഇറങ്ങി. ഒരു ചെറിയ അറ പോലുള്ള മുറിയായിരുന്നു അത്. അവിടെ മണ്ണെണ്ണ വിളക്കിന് മുന്നിലിരുന്ന് വൃത്തിയില്ലാത്തൊരു പെൺകുട്ടി എന്തോ ചെയ്യുകയാണ്. ചാർലോട്ടി എന്നാണ് അവളുടെ പേര്. ഒലിവർ ട്വിസ്റ്റിനെ കണ്ടതായ ഭാവം പോലുമില്ല അവൾക്ക്. ഒലിവറിന് പിന്നാലെ മിസ്സിസ് സോവർബറി എത്തി. നീ ആ ചെക്കനെ കണ്ടില്ലേ? ആ ഇറച്ചി കഷ്ണം എടുത്തു കൊടുക്ക്. അത് കേട്ടപ്പോൾ അവൻ്റെ നാവിൽ വെള്ളമുറി. ഇതുവരെ കഴിക്കാത്ത പുതുരുചി. കൊടുത്തതെല്ലാം ഒറ്റയടിക്ക് അവൻ തിന്നു തീർത്തു. നായ കഴിക്കാത്തത് കാരണം കളയാൻ വെച്ചിരുന്നതാണെന്ന് പാവം അവനറിയില്ലല്ലോ. അവൻ്റെ തീറ്റ കണ്ട് മിസ്സിസ് സോവർബറി അതിശയിച്ചു പോയി. ഭക്ഷണം കഴിച്ച് അവന് കിടക്കാനുള്ള ഇടം അവിടെ തന്നെയായിരുന്നു. പണി തീർന്ന ശവപ്പെട്ടികളും പണി തീരാത്ത ശവപ്പെട്ടികളും നിറഞ്ഞ ഒരു കുടുസുമുറി. ഒരു ഭയം അവനെ മൂടി. താനും ശവമായി ശവപ്പെട്ടിയിൽ കിടന്നുറങ്ങുന്നതുപോലെ തോന്നി. പിറ്റേന്ന് പുലർന്നപ്പോൾ തന്നെ ആരോ വാതിലിടിക്കുന്ന ശബ്ദം കേട്ടാണ് ഒലിവർ ട്വിസ്റ്റ് ഞെട്ടി ഉണർന്നത്. തുറക്കടാ വാതിൽ. വാതിൽ തുറന്നപ്പോൾ തന്നേക്കാൾ അല്പം മുതിർന്ന ഒരു പയ്യൻ. അവൻ നിന്ന് പല്ലി ഞെരിക്കുകയാണ്. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് നോവ ക്ലേപ്പോൾ. നീ എൻ്റെ കീഴിലാണ്. പോയി ജനൽ തുറക്ക്. എന്നിട്ടൊരു ചവിട്ടും വെച്ചു കൊടുത്തു. നോവ ക്ലേപ്പോളും അനാഥനാണ്. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അനാഥ മന്ദിരത്തിൽ വളർന്നവൻ. സോവർബറിയുടെ കീഴിലെ ജോലിക്കാരനാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ നോവ ഒലിവർ വെറുത്തു. ചാർലോട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മിസ്സിസ് സോവർബറിക്കും ഒലിവർ ട്വിസ്റ്റിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവനെപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഞാൻ എന്തൊരു നിർഭാഗ്യവാൻ. ആരും സ്നേഹിക്കാനില്ല. എല്ലാവർക്കും വെറുപ്പേയുള്ളൂ. എന്നാൽ മിസ്സിസ് സോവർബറിക്കും ചാർലോട്ടിക്കും കുത്തുവാക്കുകൾ പറയാതിരുന്നുകൂടെ? അവൻ മനസ്സിൽ വിചാരിക്കും. ഒരു ദിവസം ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ നോവ ഒലിവറെ കളിയാക്കി. നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? ഹൃദയം പൊട്ടിയാണ്, ഒലിവർ പറഞ്ഞു. അപ്പോൾ നോവ പൊട്ടിച്ചിരിച്ചു. നിന്റെ അമ്മ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. അവർ നേരത്തെ പോയത് നന്നായി. ഒലിവറിന് കരച്ചിൽ വന്നു. അമ്മയെപ്പറ്റി ഒരക്ഷരം പറയരുത്. അവൻ നോവയുടെ കഴുത്തിന് പിടിച്ച് തറയിൽ തള്ളിയിട്ടു. നെഞ്ചിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഓടി വരണേ, ഒലിവർ എന്നെ കൊല്ലുന്നേ. ഓർക്കാപ്പുറത്തുള്ള അടിയിൽ നോവയ്ക്ക് ഒന്നിനുമായില്ല. ഒച്ച കേട്ട് മിസ്സിസ് സോവർബറിയും ചാർലോട്ടിയും പാഞ്ഞെത്തി. അവർ കുഞ്ഞു ഒലിവറിനെ പിടിച്ച് താഴെയിട്ടു. പിന്നെ മൂവരും ചേർന്ന് ഇടിച്ചും തൊഴിച്ചും ചമ്മന്തിയാക്കി മരക്കരിയിടുന്ന മുറിയിൽ കൊണ്ട് പൂട്ടിയിട്ടു. എന്നിട്ടും അവൻ വാതിലിനിടിച്ചു. ഒലിവറിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്നവർ സംശയിച്ചു. സോവർബറിയാണെങ്കിൽ സ്ഥലത്തുമില്ല. അങ്ങനെ ബമ്പിളിനെ വിളിക്കാൻ തീരുമാനിച്ചു. ബമ്പിളെത്തി തൻ്റെ സാന്നിധ്യം ഒലിവറെ അറിയിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ പേടിച്ചുകൊള്ളും, അയാൾ പറഞ്ഞു. പേടിയില്ലേ എന്ന് ഒലിവറോട് ചോദിക്കുകയും ചെയ്തു. ഇല്ല എന്നായിരുന്നു മറുപടി. ബമ്പിളിന് നിന്നിടത്തു നിന്നും തെറിച്ചു പോകുന്ന പോലെ തോന്നി. തൻ്റെ ചൂറിന് മുന്നിൽ നിന്ന് വിറയ്ക്കുന്ന ചെക്കനാണിത് പറയുന്നത്. അയാൾക്കത് തീരെ വിശ്വാസം വന്നില്ല. ഇത് ഭ്രാന്ത് തന്നെ, ബമ്പിൾ പറഞ്ഞു. നിങ്ങൾ ഇറച്ചി കൊടുത്തതാണ് പറ്റിച്ചത്. ദുർമേധസ് വന്നുകൂടി. ഇനി ഈ തെണ്ടിയെ പട്ടിണിക്കിടുകയാണ് വേണ്ടത്. കുടിവെള്ളം പോലും കൊടുക്കരുത്. ഇവന് ഭ്രാന്ത് വരാതെ പറ്റില്ലല്ലോ. അതാണല്ലോ പാരമ്പര്യം. ദുർനടപ്പുകാരി പിഴച്ചവളുടെ മകൻ. അമ്മയെ കുറ്റം പറയുന്നത് കേട്ട ഒലിവർ ട്വിസ്റ്റ് അത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വാതിലിനിടിച്ച് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിലായിരുന്നു സോവർബറിയുടെ വരവ്. മിസ്സിസ് സോവർബറി അപ്പോൾ തൻ്റെ അഭിനയം ഒന്നുകൂടി കൂട്ടി. താൻ തക്ക സമയത്ത് എത്തിയത് നന്നായെന്ന് ബമ്പിള് പറഞ്ഞു. സോവർബറി ഒലിവറെ പിടിച്ച് പുറത്തിട്ടു. അവനാകെ തളർന്നിരുന്നു. കലങ്ങിയ കണ്ണുകൾ, ചീർത്ത കവിൾ, പാറി പറക്കുന്ന തലമുടി, മുഖത്തും നെഞ്ചിലും അടികൊണ്ട് കരുവാളിച്ച പാടുകൾ, കീറിയ വസ്ത്രം. നിനക്ക് ഭ്രാന്താണോടാ? സോവർബറി അലറി. അല്ല, എൻ്റെ അമ്മയെ നോവ കുറ്റം പറഞ്ഞിട്ടാണ്, ഒലിവർ പറഞ്ഞു. ഉള്ളതേ നോവ പറഞ്ഞിട്ടുള്ളൂ. അവൻ ആരെയും കുറ്റം പറയില്ല, മിസ്സിസ് സോവർബറി പറഞ്ഞു. അല്ല, അതൊക്കെ ഇല്ലാത്തതാണെന്ന് ഒലിവർ ട്വിസ്റ്റും പറഞ്ഞു. അപ്പോഴേക്കും മിസ്സിസ് സോവർബറി കരയാൻ തുടങ്ങി. ഭാര്യയുടെ കണ്ണീർ കണ്ടപ്പോഴേക്കും സോവർബറി എല്ലാം മറന്നു.
പിന്നെയെല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. അടിച്ചിടിച്ച് ഓലിവറെ ഒരു പരുവത്തിലാക്കി. സഹായത്തിന് ബമ്പിളും മറ്റുള്ളവരും കൂടി ചേർന്നപ്പോഴേക്കും ഒലിവർ ട്വിസ്റ്റിന് ജീവനുണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. പകൽ മുഴുവൻ ആ മരക്കരിപ്പുരയിൽ അവനെ പൂട്ടിയിട്ടു. രാത്രി വീണ്ടും ശവപ്പെട്ടികളുടെ നടുവിലും. അന്നവന് കുറേ നേരത്തേക്ക് ഉറക്കം വന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അതിന് പുറത്തെത്തിയാൽ ഒരു സ്ഥലവും അറിയില്ലല്ലോ. പിന്നെ എവിടേക്ക് പോകും? സാരമില്ല, എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. അല്പം മയങ്ങിപ്പോയവൻ കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തു വരുന്നതാണ് കണ്ടത്. ചാടി എഴുന്നേറ്റ് ഒരു ചെറു ഭാണ്ഡവുമായി അവൻ പുറത്തേക്കിറങ്ങി. എങ്ങോട്ട് പോകും? കാലുകൾ നയിക്കുന്ന ഭാഗത്തേക്ക് അവൻ ഓടിപ്പോയി. കുറേ ദൂരം പോയപ്പോൾ പ്രധാന നിരത്തിലെത്തി. റോഡിൽ നിറയെ ആളുകൾ. പകൽ യാത്ര സുരക്ഷിതമല്ലെന്ന് തോന്നിയ ഒലിവർ ഒരു വയലിലേക്ക് ഇറങ്ങി. ഒരു വേലിത്തലപ്പിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. വെയിലാറിയ നേരത്ത് വിശ്രമം കഴിഞ്ഞ് അവൻ നടക്കാൻ തുടങ്ങി. പിന്നെ നടത്തം തന്നെയായിരുന്നു. ഭാണ്ഡത്തിലെ ഒരു ചെറിയ കഷ്ണം റൊട്ടിയും വഴിയരികിലെ വീടുകളിൽ നിന്നും വാങ്ങിക്കുടിക്കുന്ന പച്ചവെള്ളവുമായിരുന്നു ആഹാരം. അങ്ങനെ 6 ദിവസങ്ങൾ. വിശപ്പും ദാഹവും അവനെ അവശനാക്കി. 7-ാം നാൾ അവൻ ലണ്ടനടുത്തുള്ള ബർണറ്റ് എന്ന ചെറു പട്ടണത്തിലെത്തി. കൊടും തണുപ്പ് മൂലം വിറങ്ങലിച്ച് വീണ അവനെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാണ് മുതിർന്നവരെ പോലെ വേഷം ധരിച്ച ഒരു തെരുവ് ബാലൻ അവനെ കാണുന്നത്. എവിടേക്കാ? അവൻ ചോദിച്ചു. ഓലിവറിന് ഉത്തരമില്ലായിരുന്നു. മുഖത്തുകൂടി കണ്ണീർ ചാലുകൾ താഴോട്ടിറങ്ങി. വിശക്കുന്നുണ്ടെന്നും 7 ദിവസമായി വലതും കഴിച്ചിട്ടെന്നും അവൻ എങ്ങനെയൊക്കെയോ വിക്കി വിക്കി പറഞ്ഞു. ഇത്തിരി പന്നിയിറച്ചിയും റൊട്ടിയും അവൻ ഒലിവറിന് വാങ്ങിക്കൊടുത്തു. ഒലിവർ അനാഥനാണെന്നറിഞ്ഞപ്പോൾ തന്നോടൊപ്പം വന്നുകൊള്ളാനും പറഞ്ഞു. എനിക്ക് ദയാലുവായ ഒരു വൃദ്ധനെ അറിയാം. അയാൾ നിനക്ക് എന്തായാലും അഭയം തരും, അവൻ പറഞ്ഞു. അങ്ങനെ അവർ ലണ്ടനിലേക്ക് യാത്രയായി. ആ യാത്രയിൽ തൻ്റെ കൂടെയുള്ളവൻ്റെ പേര് ജോൺ ഡോക്കിൻസ് എന്നാണെന്ന് ഒലിവറിന് മനസ്സിലായി. ഡോഡ്ജർ എന്ന പേര് കൂടിയുണ്ട് അവന്. ലണ്ടനിൽ വേഗമെത്തുമെന്ന ഒലിവറിൻ്റെ ധാരണ തെറ്റിയിരുന്നു. വളഞ്ഞും പുളഞ്ഞും പോകുന്ന വൃത്തികെട്ട ഏതെല്ലാമോ തെരുവുകളിലൂടെയായിരുന്നു യാത്ര. നടന്നാലും നടന്നാലും തീരാത്തത്ര ഇരുട്ടുള്ള വഴികൾ. പിന്തിരിഞ്ഞ് ഓടിയാലോ എന്ന് പോലും ഒലിവർ ട്വിസ്റ്റിന് തോന്നിയിരുന്നു. രാത്രി വളരെ ഇരുട്ടിയ ശേഷമാണ് ലണ്ടൻ നഗരത്തിലെത്തിയത്. അതും നഗരത്തിൽ നിന്നൊക്കെ മാറി അകലെയേതോ ഒരിടത്തുള്ള ഒരു പഴയ കെട്ടിടത്തിൽ. ഡോക്കിൻസ് അകത്ത് കയറി ഫാഗിനുണ്ടോ എന്നന്വേഷിച്ചു. പിന്നെ ഒരു മരക്കോണി കയറി ഗുഹ പോലുള്ളൊരു സ്ഥലത്തെത്തി. വല്ലാത്ത ദുർഗന്ധം. പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങളും കുപ്പികളും പിഞ്ഞാണങ്ങളും. ഒരു മൂലയിൽ അടുപ്പെരിയുന്നു. ഒരു വൃദ്ധൻ കുനിഞ്ഞിരുന്ന് എന്തോ പാചകം ചെയ്യുന്നു. ജട പിടിച്ച രോമങ്ങൾ, വികൃത രൂപം. ഇതാണ് ഫാഗിൻ. അയാൾ അവനോട് പുഞ്ചിരിച്ചു. പിന്നെ എഴുന്നേറ്റ് വന്ന് കൈ പിടിച്ച് കുലുക്കി. അപ്പോൾ 4-5 കുട്ടികൾ അപ്പുറത്തായിരിക്കുന്നത് കണ്ടു. അവർ ഒലിവറിൻ്റെ ഭാണ്ഡം വന്ന് തട്ടിപ്പറിച്ചു. അവിടെ നിറയെ തൂവാലകൾ കിടന്നാടുന്നത് ഒലിവർ നോക്കുന്നത് കണ്ടപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എല്ലാം അലക്കാനുള്ളതാണ്. പിന്നെ ഭക്ഷണമായിരുന്നു. പുതിയ അതിഥിക്ക് ഫാഗിനാണ് വിളമ്പിയത്. ഒപ്പം ഒരു കോപ്പയിൽ മദ്യവും. മദ്യം ഒറ്റ വലിക്ക് കുടിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ അവൻ അങ്ങനെ ചെയ്തു. അത് അകത്ത് ചെല്ലലും മയങ്ങി വീഴലും ഒപ്പമായിരുന്നു. ബോധമറ്റതുപോലെയായ ഒലിവറെ ആരൊക്കെയോ താങ്ങി മെത്തയിൽ കൊണ്ടിട്ടു. പിറ്റേന്നുണർന്നപ്പോൾ നേരം നല്ലതുപോലെ വെളുത്തിരുന്നു. പക്ഷേ ക്ഷീണം കൊണ്ട് ഒലിവർ ട്വിസ്റ്റിന് എണീക്കാനേ ആയില്ല. ഉറങ്ങാതെ അവൻ അങ്ങനെ കണ്ണു തുറന്നു കിടന്നു. പകൽ വെളിച്ചത്തിൽ ആ മുറിയെല്ലാം നിരീക്ഷിച്ചു. ഫാഗിൻ മാത്രമുണ്ട് മുറിയിൽ. അയാൾ എന്തോ പാചകം ചെയ്യുകയാണ്. ഇടയ്ക്കിടെ ഒലിവറെ നോക്കുന്നുമുണ്ട്. അവൻ ഉറങ്ങുകയാണെന്ന മട്ടിൽ കിടന്നു. എപ്പോഴോ ഒന്ന് അയാൾ വന്ന് അവനെ കുലുക്കി വിളിച്ചു നോക്കി. അവൻ അനങ്ങിയതേയില്ല. അയാൾ വാതിൽ ചെന്ന് കുറ്റിയിട്ട് തറയിലെ രഹസ്യ അറ തുറന്നു. ഒരു പെട്ടി അതിൽ നിന്ന് വലിച്ചെടുത്തു. കുറെ സ്വർണവളകളും വാച്ചുകളും ആഭരണങ്ങളും. സന്തോഷത്തോടെ അത് കയ്യിലെടുത്ത് ചിരിക്കുകയും ഒറ്റയ്ക്ക് എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുന്നു. അല്പനേരം അങ്ങനെ തന്നെ തുടർന്ന്
പെട്ടിയിൽ വെച്ച ശേഷം ഫാഗിൻ ഞെട്ടിത്തിരിഞ്ഞ് ഒലിവറെ നോക്കി. അവൻ ആ കാഴ്ച കണ്ട് രണ്ട് കണ്ണും തുറിച്ച് അതിശയത്താൽ ഫാഗിനെ നോക്കിക്കിടക്കുകയായിരുന്നു. ഇത് കണ്ട ഫാഗിൻ ചാടി എഴുന്നേറ്റ് ഒരു കത്തിയുമായി ഒലിവറിൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തി. "നീ എന്താണ് തുറിച്ചു നോക്കുന്നത്? നീ എപ്പോൾ എണീറ്റു?" ഒലിവർ ഭയന്നു പോയിരുന്നു. "എന്തു പറയും, ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ," അവൻ പറഞ്ഞു. "ഉറപ്പാണോ?" "ഉറപ്പ്." ഫാഗിൻ ശാന്തനായി. "നീ ധീരൻ തന്നെ, പേടിച്ചില്ലല്ലോ," അയാൾ പെറുപെറുത്തു. "ഒന്നല്ല, 2-3 തവണ." എന്നിട്ട് പറഞ്ഞു, "ഇതെൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ മാത്രം. ഞാനിതാർക്കും കൊടുക്കില്ല. അതുകൊണ്ട് ചിലർ എന്നെ പിശുക്കനെന്ന് വിളിക്കും." ഒലിവറിനും അങ്ങനെ തന്നെ തോന്നി. ഇത്രയധികം സമ്പാദ്യമുള്ളയാൾ എന്തിനീ വൃത്തികെട്ട മുറിയിൽ കഴിയുന്നു? എഴുന്നേറ്റിയുടൻ ഒലിവറോട് മുറിയുടെ മൂലയുള്ള പാത്രത്തിൽ നിന്നും അല്പം വെള്ളമെടുക്കാൻ ഫാഗിൻ നിർദ്ദേശിച്ചു. വെള്ളമെടുത്തു വന്നപ്പോൾ മേശപ്പുറത്തുള്ള ആഭരണ പെട്ടി അപ്രത്യക്ഷമായിരുന്നു. അല്പം കഴിഞ്ഞിരിക്കണം. ഡോഡ്ജറും ചാൾസ് ബേറ്റ്സും മുറിയിലെത്തി. ചാൾസ് ബേറ്റ്സ് ഇന്നലെ രാത്രി കണ്ടവരിൽ ഒരുവനാണെന്ന് ഒലിവറിന് മനസ്സിലായി. 4 പേരും കൂടി പ്രാതൽ കഴിച്ചു. ഭക്ഷണശേഷം ഫാഗിനും കൂട്ടുകാരും അതിരസകരമായ കളിയിലേർപ്പെട്ടു. ഇത്തരമൊരു വിനോദം ഒലിവർ ട്വിസ്റ്റിന് ആദ്യ അനുഭവമായിരുന്നു. ഫാഗിൻ്റെ കോട്ടിന് നിരവധി കീശകളുണ്ടായിരുന്നു. അത് ശരീരത്തിൻ്റെ പല ഭാഗത്തും പറ്റിച്ചേർന്ന് കിടന്നു. കീശകളിൽ നിരവധി സാധനങ്ങൾ: പട്ടുതൂവാല, വാച്ച്, ഡയറി, കണ്ണടക്കൂട്, പൊടിഡപ്പി, അങ്ങനെ പലതും. കോട്ടിട്ട ഫാഗിൻ എവിടെയോ ശ്രദ്ധിച്ച് തിരക്കേറിയ തെരുവിലൂടെ പോവുകയാണെന്ന വിധത്തിൽ നിൽക്കും. ഒരു നിഴൽ പോലെ അയാളുടെ പിറകെ ഡോഡ്ജറും ചാർലസും. ഫാഗിനറിയാതെ അയാളുടെ കീശയിൽ നിന്നും അസാമാന്യ കൈവേഗത്താൽ പലതും അവർ തട്ടിയെടുക്കുന്നു. കീശയിലുള്ളതെല്ലാം കാലിയായാൽ കളി വീണ്ടും തുടങ്ങുകയായി. കളി ഒലിവർ ട്വിസ്റ്റിന് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്ന് കളിച്ചു നോക്കാമെന്നും തോന്നിപ്പോയി. കളി തീർന്നില്ല. അതിനിടയിലാണ് 2 ചെറുപ്പക്കാരികൾ അവിടെ എത്തിയത്. ഉറക്കെ സംസാരിച്ച് അലസമായി വസ്ത്രം ധരിച്ച് എത്തിയ അവർക്ക് മാന്യത കുറവാണെന്ന് അവന് തോന്നി. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നല്ലവരാണെന്ന് തോന്നി. നാൻസിയും ബെറ്റ്സിയുമായിരുന്നു അത്. കളി തീരാൻ കാത്തു നിന്നതുപോലെയായിരുന്നു അവർ. കളിക്ക് ശേഷം ഡോഡ്ജറെയും ചാർലിയെയും കൂട്ടി അവർ പോയി. വീണ്ടും ഫാഗിനും ഒലിവറും മാത്രമായി. "നിനക്ക് ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമുണ്ടോ?" ഫാഗിൻ ചോദിച്ചു. അവൻ ഇഷ്ടം പ്രകടിപ്പിച്ചു. കളി തുടങ്ങി. ചിലതെല്ലാം ഒലിവറിനും വൃദ്ധൻ്റെ കീശയിൽ നിന്നും തട്ടിയെടുക്കാനായി. "നീ ഡോഡ്ജറെ പോലെ വലിയവനാകും," അയാൾ പറഞ്ഞു. "കീശയിൽ നിന്നും അല്പം എന്തെല്ലാമോ തട്ടിയെടുത്താൽ എങ്ങനെ വലിയവനാകും?" ഒലിവർ ട്വിസ്റ്റിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒരു തടവറയിൽ എന്ന പോലെയായിരുന്നു അവൻ്റെ ജീവിതം. പുറത്തേക്കിറങ്ങിക്കൂടാ. ഫാഗിൻ്റെ സ്വഭാവത്തിലും ഏറ്റക്കുറച്ചിലുകൾ വന്നിരുന്നു. ചിലപ്പോൾ നല്ലവനായിരിക്കും, ചിലപ്പോൾ ദേഷ്യക്കാരൻ, മറ്റ് ചിലപ്പോൾ താനി ഭ്രാന്തൻ. ഗതി കെട്ടപ്പോൾ ഒരിക്കലവൻ പുറത്തു പോകാൻ ഫാഗിനോട് അനുവാദം ചോദിച്ചു. കൂടെ ഡോഡ്ജറും ചാർലിയും ഉണ്ടായിരുന്നു. മുന്നിൽ ഡോഡ്ജർ, പിന്നിൽ ചാർലി, നടുക്ക് ഒലിവർ ട്വിസ്റ്റ്. പോകുന്ന വഴിക്കെല്ലാം പ്രശ്നങ്ങളായിരുന്നു. കൊച്ചുകുട്ടികളെ കണ്ണുരുട്ടി പേടിപ്പിക്കും. വിൽപ്പനയ്ക്ക് വെച്ച പഴങ്ങൾ കട്ടെടുക്കും. ഒലിവർ ട്വിസ്റ്റ് ആകെ കുഴപ്പത്തിലായി. ഇതെല്ലാം ചീത്ത കാര്യങ്ങളാണെന്ന് അവനറിയാം. ഇതിലും നല്ലത് മുറിയിലിരിക്കുന്നതായിരുന്നു, അവൻ ചിന്തിച്ചു. ഈ സമയത്താണ് ഡോഡ്ജർ ആകെ മാറുന്നത് കണ്ടത്. റോഡിനപ്പുറം മാന്യനായൊരു വൃദ്ധൻ പുസ്തകക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. അയാൾ ഏതോ പുസ്തകം വായിക്കുകയാണ്. "മിണ്ടരുത്" എന്ന് വിരലുകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം ഡോഡ്ജറും ചാർലിയും അയാളെ ചുറ്റിപ്പറ്റി നിന്നു. ഒലിവർ നോക്കി നിൽക്കെ വൃദ്ധൻ്റെ കീശയിൽ നിന്നും ഡോഡ്ജർ എന്തോ തട്ടിപ്പറിച്ചു. അതൊരു തൂവാലയായിരുന്നു. അത് ചാർലിക്ക് കൈമാറി. 2 പേരും ഒരുമിച്ച് കുതിച്ചു. ഒലിവറിന് ഒരു രക്ഷയുമില്ലായിരുന്നു. അവനും ഓടി. പുസ്തകം വായിച്ചിരുന്ന മാന്യൻ കണ്ടത് ഒലിവർ ട്വിസ്റ്റിനെയാണ്. "കള്ളൻ, കള്ളൻ, പിടിക്കവനെ!" ബഹളം കേട്ട് ജനങ്ങൾ കൂടി. കുതിരവണ്ടിക്കാർ, തപാൽ ശിപ്പായി, പാൽക്കാരൻ, ഇറച്ചി വിൽപ്പനക്കാരൻ, ധാരാളം കുട്ടികൾ. ഇവരെയൊന്നും ഓടി തോൽപ്പിക്കാൻ പാവം ഒലിവറിനായില്ല.
ആരുടെയോ അടിയേറ്റ് അവൻ നിലത്ത് വീണു. ഏറ്റവും ഒടുവിലെത്തിയ പോലീസ് തങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന ഭാവത്തിൽ അവനെ തൂക്കിയെടുത്തു. ഞാനല്ല, വേറെ കുട്ടികളാണ് ചെയ്തത്. ചോരയൊലിക്കുന്ന വായ് തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ പോലീസുകാർ അതൊന്നും കേട്ടില്ല. അവനെ വലിച്ചിഴച്ച് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ മാന്യന് വല്ലാത്ത സങ്കടം വന്നു. അവനെ കോടതിയിൽ ഹാജരാക്കുന്നത് കാത്ത് അയാളിരുന്നു. മിസ്റ്റർ ഫാങ് എന്നായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ പേര്. മാന്യൻ സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് ബ്രൗൺലോ. അയാൾ കോടതിക്ക് മുമ്പാകെ സത്യം ചെയ്ത് ഒലിവർ കള്ളനല്ലെന്ന് ബോധിപ്പിച്ചു. പക്ഷേ മജിസ്ട്രേറ്റിന് വിശ്വാസം വന്നില്ല. അയാൾ ഒലിവറിന് 3 മാസത്തെ ശിക്ഷ വിധിച്ചു. ക്ഷീണം കൊണ്ട് അവശനായ ഒലിവർ വാടിക്കുഴഞ്ഞ് അപ്പോഴേക്കും ബോധരഹിതനായി നിലം പതിച്ചിരുന്നു. ശിക്ഷാവിധി വായിച്ചു കഴിഞ്ഞ ശേഷം ഒലിവറെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഒരാൾ ഓടിക്കെത്തിച്ചു വരുന്നത്. അത് ബ്രൗൺലോ പുസ്തകമെടുക്കാനായി നിന്ന കടയുടെ ഉടമസ്ഥനായിരുന്നു. ഈ കുട്ടിയല്ല കുറ്റക്കാരൻ, മറ്റു 2 കുട്ടികളാണ് തൂവാല തട്ടിപ്പറിച്ചത്. ഇവൻ അകന്നു നിന്ന് ആ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അവർ ഓടിയപ്പോൾ ഇവനും ഓടുകയായിരുന്നു. പുസ്തക വ്യാപാരി കോടതിയെ ബോധിപ്പിച്ചു. മജിസ്ട്രേറ്റിന് ആ പറച്ചിലിൽ വിശ്വാസം തോന്നി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒലിവർ ട്വിസ്റ്റിനെ നിരുപാധികം വിട്ടയക്കാൻ മിസ്റ്റർ ഫാങ് ഉത്തരവിട്ടു. ബ്രൗൺലോയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ. പാവം കുട്ടി. അയാൾ ഒരു കുതിരവണ്ടി വിളിച്ചു. പുസ്തക വ്യാപാരിയുടെ സഹായത്തോടെ ഒലിവർ ട്വിസ്റ്റിനെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങളോളം ഒരേ കിടപ്പ് തന്നെയായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. ബോധം വരാൻ കുറേ ദിവസമെടുത്തു. ഈ സമയത്തെല്ലാം അവനെ പരിചരിച്ചത് മിസ്സിസ് ബെഡിനായിരുന്നു. ബ്രൗൺലോയുടെ വീട്ടുവേലക്കാരിയായ ഒരു വിധവയായിരുന്നു അവർ. മയക്കത്തിലെപ്പോഴോ ഒരിക്കൽ ഒലിവർ ട്വിസ്റ്റിന് തൻ്റെ അമ്മ അടുത്തു വന്നിരിക്കുന്നത് പോലെ തോന്നി. ബെഡിനോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പനി കാരണമാണ് മോനെ അങ്ങനെ തോന്നിയത്. നീ വിശ്രമിക്കൂ. അങ്ങനെ തന്നെയായിരിക്കാമെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെയോ കിടക്കുന്ന സ്വർഗത്തിൽ നിന്നും അമ്മയ്ക്ക് ഇവിടെ എത്താനാവുക? എന്നാലും തനിക്ക് രോഗമാണെന്നറിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അമ്മ പാഞ്ഞെത്തുമെന്നാണ് തോന്നുന്നതെന്ന് ഒലിവർ പറഞ്ഞപ്പോൾ ബെഡിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ മുറിയിലെ ചുവരിൽ തൂങ്ങുന്ന ഛായാചിത്രം ഒലിവറിന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ അത് തന്നെ കുറേ നേരം നോക്കിക്കിടന്നു. ചിത്രം ഇഷ്ടമായോ? ബെഡിൻ ചോദിച്ചു. അത് ആരുടേതാണ്? ഒലിവറും ചോദിച്ചു. ആ കണ്ണുകൾ കരയുന്നതുപോലെ തോന്നുന്നു. കണ്ടില്ലേ, വളരെ ദുഃഖത്തോടെ എന്നെ നോക്കി സങ്കടപ്പെടുന്നതായി തോന്നുന്നു. ചിത്രം നോക്കാതെ പുറം തിരിഞ്ഞു കിടന്നുകൊള്ളാൻ ബെഡിൻ പറഞ്ഞു. അപ്പോൾ യാദൃശ്ചികമായി ബ്രൗൺലോ മുറിയിലേക്ക് വന്നു. ചിത്രം ചൂണ്ടി ബെഡിൻ ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പോഴാണ് ബ്രൗൺലോ അത് ശ്രദ്ധിച്ചത്. ചിത്രത്തിലെ സ്ത്രീയുടെ അതേ രൂപമാണ് കുട്ടിക്ക്. കണ്ണും മൂക്കും ചുണ്ടും നെറ്റിയുമെല്ലാം ഒരേപോലെ. അയാൾ വല്ലാതെ അതിശയിച്ചു പോയി. പരിസരം മറന്ന പോലെ എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്തു. ബ്രൗൺലോയുടെ ഭാവപ്പകർച്ച ഒലിവർ ട്വിസ്റ്റിനെ ആകെ വിഷമത്തിലാക്കി. കിതപ്പ് കൂടി. തലയിൽ തരിപ്പ് കയറുന്നതുപോലെ. വിയർക്കാനും തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ്റെ ബോധവും പോയി. പിറ്റേന്ന് മുറിയിൽ പടമില്ലായിരുന്നു. അതെവിടെ പോയി? ഒലിവർ തിരക്കിയപ്പോൾ അതെടുത്തു മാറ്റിയെന്നും അത് നോക്കി ഒലിവറിന് ദുഃഖമുണ്ടാകുന്നത് ബ്രൗൺലോയ്ക്ക് ഇഷ്ടമല്ലെന്നും ബെഡിൻ പറഞ്ഞു. പക്ഷേ എനിക്കാ ചിത്രം വളരെ ഇഷ്ടമായിരുന്നല്ലോ, അവൻ പെറുപെറുത്തു. വീണ്ടും ആ ചിത്രത്തെക്കുറിച്ച് തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ബെഡിൻ പറഞ്ഞു, ഇനി നമുക്ക് മറ്റെന്തിനേലും കുറിച്ച് സംസാരിക്കാം. ഡോഡ്ജറിനും ചാർലിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? ആൾക്കൂട്ടം ഒലിവർ ട്വിസ്റ്റിൻ്റെ പിന്നാലെയാണെന്ന് കണ്ട അവർ ആൾക്കൂട്ടത്തിനൊപ്പം അല്പസമയം ചേർന്നു. പിന്നെ പതുക്കെ മുങ്ങി ഫാഗിൻ്റെ ഗുഹാമുറിയിലെത്തി. ഒലിവർ കൂടാതെയാണ് രണ്ടിൻ്റെയും വരവെന്ന് കണ്ട ഫാഗിൻ ആകെ അസ്വസ്ഥനായി. എവിടെ ഒലിവർ ട്വിസ്റ്റ്? അയാൾ അലറാൻ തുടങ്ങി. ഉത്തരം കിട്ടാതായപ്പോൾ രാക്ഷസനാകാൻ തുടങ്ങി. ഉപദ്രവം തുടങ്ങിയപ്പോൾ ഡോഡ്ജർ മെല്ലെ സംഭവം വിവരിച്ചു. അവനിപ്പോൾ പോലീസിൻ്റെ പിടിയിലാണെന്ന് വരെ കേട്ട ഫാഗിൻ ആകെ നിയന്ത്രണം വിട്ട് കഴിഞ്ഞിരുന്നു. മുറിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഒരു ബിയർ കുപ്പി ഫാഗിനെ തേടി അകത്തേക്ക് വരികയായിരുന്ന
ബിൽ സൈക്സിന്റെ മുഖത്തിന് തൊട്ടടുത്തുകൂടി പാഞ്ഞുപോയി. ചിതറിത്തെറിച്ച് ബിയർ അയാളുടെ മുഖത്താകെ പരന്നു. സ്വതവേ ചീർത്ത മുഖമുള്ള അയാളുടെ മുഖം ഒന്നുകൂടി വീർത്തു. പിന്നെ തെറിയായിരുന്നു. കേട്ട് മടുത്തപ്പോൾ നിർത്താൻ പറഞ്ഞു ഫാഗിൻ. പിന്നെ കഥകളൊക്കെ ഡോഡ്ജറാണ് പറഞ്ഞത്. എല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഉത്തരമുട്ടി. കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. സൈക്സ് തന്നെയാണ് തുടങ്ങിയത്. ആരെങ്കിലും അവൻ പോലീസ് സ്റ്റേഷനിലുണ്ടോ എന്ന് അന്വേഷിക്കണം. ചിലപ്പോൾ അവനെ പോലീസ് വിട്ടുകാണും. അങ്ങനെയെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവൻ അലഞ്ഞു തിരിയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഫാഗിനും ഇതിനോട് യോജിച്ചു. പക്ഷേ ആര് സ്റ്റേഷനിൽ പോകും? ഈ സമയത്താണ് നാൻസി അങ്ങോട്ട് കടന്നു വന്നത്. അവളും കൂടി എത്തിയപ്പോൾ എല്ലാവർക്കും ഒരാത്മവിശ്വാസം കൂടിയതുപോലെ തോന്നി. നാൻസി പോകും, ഫാഗിൻ പറഞ്ഞു. എങ്ങോട്ട്? നടന്നതൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഫാഗിൻ പറഞ്ഞു തീർത്തു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നാൻസി തന്നെ പോകണം. അവൾ ഒറ്റയടിക്ക് വിസമ്മതിച്ചു. എനിക്ക് പോകാനാകില്ല. അങ്ങനെയാണ് പ്രലോഭനങ്ങളും പാരിതോഷികങ്ങളും വരുന്നത്. ഒടുവിലവൾ സമ്മതം മൂളി. പുതിയൊരു വേഷത്തിലായിരുന്നു നാൻസി പുറപ്പെട്ടത്. ചുവന്ന ഫ്രോക്കും മടക്ക് തൊപ്പിയും കയ്യിലൊരു കുടയും. തെരുവിലൊക്കെ അവൾ ഒലിവർ ട്വിസ്റ്റിനെ അന്വേഷിച്ചു. അപ്പോഴേക്കും അവളൊരു ചേച്ചിയും ഒലിവർ അവളുടെ കുഞ്ഞനിയനും ആയിക്കഴിഞ്ഞിരുന്നു. കേട്ടവരൊക്കെ ഓ പാവം എന്ന് പറഞ്ഞുപോയി. ചേച്ചി കുഞ്ഞനുജനെ തേടി അടുത്തുള്ള വീട്ടുകളിൽ പോലും അന്വേഷണം നടത്തി. ഒടുവിൽ വഴിയിലെവിടെയോ വെച്ച് ഒരു വൃദ്ധൻ അവളോട് പറഞ്ഞു, കുട്ടി പറയുന്ന അടയാളങ്ങളൊക്കെയുള്ള ഒരു ആൺകുട്ടിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരാൾ കുതിരവണ്ടിയിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അവശനായിരുന്നു അവൻ. കുതിരവണ്ടിയിൽ കയറി എവിടേക്ക് പോകണം എന്ന് പറഞ്ഞ പേര് കൂടി അയാൾ നാൻസിയോട് പറഞ്ഞു. അവൾക്ക് അത്രയും മതിയായിരുന്നു. സന്തോഷവതിയായി അവൾ അവിടെ നിന്ന് തിരിച്ചു. വിവരം മുഴുവൻ ബിൽ സൈക്സിനോടും ഫാഗിനോടും അവൾ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ബിൽ സൈക്സ് അവിടെ നിന്നും ഇറങ്ങി. ഒപ്പം അയാളുടെ സന്തത സഹചാരിയായ മുഖം നിറയെ മുറിപ്പാടുകളുള്ള വെളുത്ത പട്ടിയും ഇറങ്ങിപ്പോയി. ഫാഗിൻ വീണ്ടും പിറുപിറുക്കാനും ദേഷ്യപ്പെടാനും തുടങ്ങി. സമനില തെറ്റിയ പോലെയായിരുന്നു അത്. ഇനി ആരും ഈ മുറിയിൽ താമസിക്കരുത്. കുറച്ചു കാലത്തേക്ക് നമുക്ക് പിരിഞ്ഞു നിൽക്കാം, അയാൾ പറഞ്ഞു. അയാൾ എല്ലാവർക്കും പണം നൽകി. പണം എത്ര പോയാലും സാരമില്ല, അവനെ കണ്ടുപിടിക്കണം. എന്ത് വിലയായാലും വേണ്ടില്ല, എനിക്കവനെ വേണം. എല്ലാവരും മുറിയിൽ നിന്നും പോയപ്പോൾ വാതിലടച്ച് അയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം ഒരു ഭാണ്ഡത്തിൽ കെട്ടി. ഇനി പുതിയൊരു രഹസ്യ സങ്കേതം തേടണം. ബ്രൗൺലോയുടെ ബംഗ്ലാവ് സത്യത്തിൽ ഒരു സ്വപ്ന ലോകം തന്നെയായിരുന്നു ഒലിവർ ട്വിസ്റ്റിന്. വെടിപ്പും ചിട്ടയുമുള്ള ജീവിതം. അവൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും പ്രത്യേക ശ്രദ്ധ. അതുവരെയുള്ള ഒലിവറുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിസുന്ദരമായൊരു സ്വപ്നലോകം. എത്രയെത്ര കഥകളാണ് മിസ്സിസ് ബെഡ്വിൻ പറഞ്ഞു തരുന്നത്, അവരുടെയും അവരുടെ മക്കളുടെയും മറ്റു പലരുടെയും. അങ്ങനൊരു ദിവസം ബ്രൗൺലോ അവനായി പുതിയ വസ്ത്രങ്ങളും ഷൂസും കൊണ്ടുവന്നു. അവൻ ആദ്യമായാണ് ഒരു പുതുവസ്ത്രം കാണുന്നത്. സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ഒരു ദിവസം ബ്രൗൺലോ അവനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരലമാര നിറയെ പുസ്തകങ്ങൾ. ഇതൊക്കെ വായിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അയാൾ അവനോട് ചോദിച്ചു. പക്ഷേ ഒലിവറിൻ്റെ ഉള്ളിൽ മറ്റൊരാഗ്രഹമായിരുന്നു, ഒരു പുസ്തകക്കട നടത്തുന്ന ആളാവുക. അക്കാര്യം ബ്രൗൺലോയോട് തുറന്നു പറയുകയും ചെയ്തു. അതയാളെ നന്നായി രസിപ്പിച്ചു. പിന്നെ ഇത്തിരി ഗൗരവത്തിൽ ബ്രൗൺലോ പറഞ്ഞു, ഞാനൊരു പ്രധാന കാര്യം ചോദിക്കട്ടെ, നീ എനിക്ക് അത് പറഞ്ഞു തരണം. മറ്റൊന്നുമല്ലായിരുന്നു, കള്ളപ്പിള്ളേരുടെ കെണിയിൽപ്പെട്ടതുവരെയുള്ള ഒലിവർ ട്വിസ്റ്റിൻ്റെ ജീവിതകഥ പറയാനായിരുന്നു ബ്രൗൺലോ ആവശ്യപ്പെട്ടത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. തൻ്റെ കറുത്ത ദിനങ്ങൾ ഓരോന്നായി അവൻ വിവരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രൗൺലോയുടെ സുഹൃത്ത് ഗ്രിവിക് എത്തിയത് അറിയിക്കുന്നത്. ബ്രൗൺലോ എണീക്കുമ്പോഴേക്കും ഗ്രിവിക് വാതിൽക്കൽ എത്തിയിരുന്നു. ഒരു തടിയൻ, ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്, കയ്യിൽ ഒരു ഊന്നുവടിയും. ഒലിവർ അയാളെ നോക്കി, അയാൾ ഒലിവറെയും. ഏതാണിവൻ?
ഉടൻ ഗ്രീവിങ് ചോദിച്ചു. ബ്രൗൺലോ ഒലിവറെ പരിചയപ്പെടുത്തി. പിന്നെ ബെഡിനോട് ചായ ഉണ്ടാക്കുന്നത് പറയാനായി ഒലിവറെ താഴേക്ക് വിടുകയും ചെയ്തു. ഒലിവർ പോയി കഴിഞ്ഞിട്ടും സംസാരത്തിനിടയിൽ അവൻ തന്നെ കയറി വന്നു. തെമ്മാടിക്കൂട്ടത്തിൽ ജീവിച്ച അവനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഗ്രിവിക് പറഞ്ഞു. എന്നാൽ ബ്രൗൺലോ അതത്ര കാര്യമാക്കിയതേയില്ല. പെട്ടെന്നാണ് ബെഡിൻ വന്നത്. ആ പുസ്തക വ്യാപാരി കൊടുത്തയച്ച ഒരു കെട്ട് പുസ്തകം ഒരു കുട്ടി ഇവിടെ കൊണ്ടുവന്ന് തന്നിരുന്നു. പക്ഷേ തിരിച്ചു കൊടുക്കേണ്ട പുസ്തകങ്ങളും പണവും അവൻ്റെ കയ്യിലേൽപ്പിക്കാനായില്ല. അവർ ക്ഷമാപണം നടത്തി. അതുടനെ കൊടുത്തയക്കേണ്ടതായിരുന്നെന്ന് ബ്രൗൺലോ പറഞ്ഞു വന്നപ്പോഴേക്കും ഗ്രിവിക് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇതിന് ഒലിവർ ട്വിസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. അത് ബ്രൗൺലോയും ശരിവെച്ചു. വളരെ സന്തോഷത്തോടെ ഒലിവർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. വെറും 10 മിനിറ്റ് യാത്രയെ തെരുവിലേക്കുള്ളൂ. തിരിച്ച് ഇങ്ങോട്ടുമാകുമ്പോൾ ആകെ 20 മിനിറ്റ് മാത്രം. ഒലിവർ പണവും പുസ്തകക്കെട്ടുമായി ഒറ്റ ഓട്ടമായിരുന്നു. തൻ്റെ സുഹൃത്തിന് കുട്ടിയുടെ വിശ്വസ്തത കാണിച്ചു കൊടുക്കാൻ ഇതിലും പറ്റിയ സന്ദർഭമില്ല എന്ന് ബ്രൗൺലോ വിചാരിച്ചപ്പോഴേക്കും ഗ്രിവിക് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിന് ഒരു മാറ്റവുമില്ല സുഹൃത്തെ. 20 മിനിറ്റ് അല്ല, 20 മണിക്കൂർ കഴിഞ്ഞാലും അവൻ ഇനി വരില്ല. പുതിയ ഉടുപ്പ്, കൈ നിറയെ പുസ്തകങ്ങൾ, പണം. ആ കള്ളച്ചെക്കന് ഒളിച്ചോടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ബ്രൗൺലോന് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഗ്രിം വീണ്ടും പന്തയത്തിനായി ബ്രൗൺലോയെ വെല്ലുവിളിച്ചു. അവൻ വരില്ല. 20 മിനിറ്റ് കഴിഞ്ഞു. 40 മിനിറ്റും കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് സന്ധ്യയായി. പിന്നീട് ഇരുട്ട് വന്നു. ഒലിവർ ട്വിസ്റ്റ് മാത്രം വന്നില്ല. മേശയ്ക്കിരുപുറവും ആ സുഹൃത്തുക്കൾ ഒന്നും മിണ്ടാതെ കാത്തിരുന്നു. ഒരാൾക്ക് ഹൃദയവേദന കടുത്തു വരുമ്പോൾ മറ്റേയാൾക്ക് ചിരി ഊറി വരികയായിരുന്നു. പുസ്തകക്കടയിലേക്കുള്ള പോക്കിൽ ഒലിവർ ട്വിസ്റ്റിന് വഴിതെറ്റി. അവൻ പലരോടും ചോദിച്ചാണ് അവിടേക്ക് നടന്നത്. അപ്പോഴതാ പുറകിൽ നിന്നൊരു വിളി, അനിയ. ഒരു യുവതി ഓടി വന്ന് അവനെ കടന്നു പിടിച്ചിരിക്കുന്നു. ഇതെന്തൊരു പുതുമ! ആമ്പരപ്പോടെ സ്വയം ചോദിച്ചുപോയി. ആളുകൾ ചുറ്റും കൂടുകയാണ്. അച്ഛനെയും അമ്മയും തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ കുഞ്ഞനിയനാണിത്. യുവതി വിളിച്ചു പറഞ്ഞു. അല്ല, കള്ളമാണിത്. എനിക്ക് ആരുമില്ല. ഞാനൊരു അനാഥനാണ്. ഒലിവർ ട്വിസ്റ്റും വിളിച്ചു പറഞ്ഞു. പക്ഷേ ആര് വിശ്വസിക്കും? ചെക്കന് വട്ടായോ? ചിലർ ചോദിച്ചു. തന്നെ പിടിച്ചു നിർത്തിയ യുവതിയെ അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്. നാൻസി. താൻ വീണ്ടും കള്ളസംഘത്തിൻ്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഞെട്ടൽ അവനെ ആകെ പിടികൂടി. എത്ര നന്നായാണ് നാൻസി അഭിനയിക്കുന്നത്! താൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. നാൻസിക്കൊരു സഹായി എന്ന പോലെ അതാ ബിൽ സൈക്സും അയാളുടെ കടിയൻ നായയും വരുന്നു. പിടിവാശി വിട്ട് പോടാ ചക്ക വീട്ടിലേക്ക്. എവിടുന്നോ കട്ടെടുത്ത പുസ്തകമാണല്ലോ ഇതൊക്കെ. പറയിലും പുസ്തകം തട്ടിപ്പറിച്ച് ഒലിവറിൻ്റെ തലയ്ക്കടിച്ചതും ഒന്നിച്ചായിരുന്നു. അങ്ങനെ കിട്ടണം അടി. ജനക്കൂട്ടത്തിനും അത് നന്നേ ഇഷ്ടപ്പെട്ടു. അടിയും തൊഴിയും കൊണ്ട് ഒലിവർ വീണ്ടും അവശനായി. അവന് കരയാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. നാൻസിയും ബിൽ സൈക്സും അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. വൃത്തികെട്ട ഏതൊക്കെയോ തെരുവിലൂടെ, വിജനമായ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ. അവസാനം പഴകി ദ്രവിച്ച ഒരു കെട്ടിടത്തിനടുത്തെത്തി. അവിടെ സ്ഥാപിച്ച വാടകയ്ക്ക് എന്ന പരസ്യ പലക തന്നെ ഏതോ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നതായിരുന്നു. ഏതൊക്കെയോ പ്രത്യേക വാക്കുകളിലൂടെ സൈക്സ് ആശയവിനിമയം നടത്തുന്നു. അകത്ത് ഒരു വൃദ്ധന്റെ ശബ്ദം. വീണ്ടും ഫാഗിന്റെ വലയിലേക്കാണ് താൻ എത്തിപ്പെട്ടതെന്ന് ഒലിവർ ട്വിസ്റ്റിന് വേഗം മനസ്സിലായി. ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അവൻ അകത്തെത്തി. വാതിലും അടഞ്ഞു കഴിഞ്ഞു. ഒലിവറെ കണ്ട ഫാഗിന് ചിരി അടക്കാനായില്ല. അട്ടഹാസങ്ങളായിരുന്നു അവിടെ പിന്നീട് നടന്നത്. ചാർലിയാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് നിലത്ത് കിടന്ന് ഉരുളുകയാണ്. ഡോർജർ തൻ്റെ വിരുദ്ധൻ വിരലുകൾ കൊണ്ട് ബ്രൗൺലോ ഒലിവറിന് കൊടുത്ത നോട്ടുകൾ ചൂണ്ടിയെടുത്തു. അപ്പോഴേക്കും ഫാഗിനത് കൈക്കലാക്കി. ഇത് കണ്ട് കലി കയറിയ ബിൽ അയാളെ ചീത്ത വിളിച്ച് കാശ് കൈക്കലാക്കി. പുസ്തകവും പണവും തിരികെ കൊടുക്കണമെന്ന് ഒലിവർ കേണപേക്ഷിച്ചു. തന്നെ ശുശ്രൂഷിച്ച ബ്രൗൺലോയ്ക്ക് അത് മടക്കി കൊടുത്തില്ലെങ്കിൽ താൻ കള്ളനാണെന്ന് അദ്ദേഹം വിചാരിക്കും. ഫാഗിൻ അത് കേട്ടപ്പോൾ ആർത്തു ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ
എന്തോ കണ്ട് പേടിച്ച് ഒലിവർ മുറിക്ക് ചുറ്റും ഓടാൻ തുടങ്ങി. രക്ഷിക്കണേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ബില്ലിൻ്റെ കടിയൻ നായ അവനെ കടിക്കാനായി കാത്തു നിൽക്കുകയാണ്. ബില്ലൊന്ന് തലയാട്ടിയാൽ മാത്രം മതി. ഇതുവരെ ഒന്നും പ്രതികരിക്കാതിരുന്ന നാൻസി അപ്പോൾ പൊട്ടിത്തെറിച്ചു. നായയെ പിടിക്കൂ ബിൽ, അവൾ അലറി. പിന്നെ ഒലിവറിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. നായ ആക്രമിക്കുന്നത് ആദ്യം എന്നെ തന്നെയാകട്ടെ, അവൾ പറഞ്ഞു. അവളോട് മാറി നിൽക്കാൻ അയാൾ പറഞ്ഞു. പക്ഷേ അവൾ അത് കേട്ടില്ല. ഫാഗിനും ചാർലിയും മാറി നിൽക്കാൻ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഫാഗിനപ്പോൾ വീണ്ടും സമനില തെറ്റി. അയാൾ നാൻസിയെ തെറി പറഞ്ഞുകൊണ്ട് ഒലിവറിൻ്റെ തല അടിച്ചു പൊളിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പരതി നടന്നു. അതാ കിടക്കുന്നു ഒരു മരകഷ്ണം. അതെടുത്ത് അയാൾ ഒലിവറിൻ്റെ മുതുക് നോക്കി ഊക്കിലൊന്നു കൊടുത്തു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു നിലവിളിച്ചു. ഉടൻ നാൻസി ആ മരക്കഷ്ണം വാങ്ങി അടുപ്പിലേക്ക് എറിഞ്ഞു. തൻ്റെ ജീവിതം നശിപ്പിച്ച നീചനാണെന്ന് ഫാഗിനെ കുറ്റപ്പെടുത്തി. ഇനി ആരെങ്കിലും ഒലിവറിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഫാഗിൻ വീണ്ടും ഒലിവറെ ഉപദ്രവിക്കാനായി ചാടി. ഇത് കണ്ട നാൻസി ഫാഗിൻ്റെ മേൽ ചാടി വീണു. ബില്ലാണ് അവളെ പിടിച്ചു മാറ്റിയത്. അയാളുടെ കൈകളിൽ കിടന്ന് അവൾ ഞെരിഞ്ഞു. പിന്നെ സാവധാനം കുഴഞ്ഞു വീണ് ബോധരഹിതയായി. വിറച്ചു നിൽക്കുന്ന ഒലിവർ ട്വിസ്റ്റിനെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ട് ഫാഗിൻ ചാർലിയെ വിളിച്ചു. എടാ, ഇവന് ഉറങ്ങാനുള്ള സ്ഥലം കാട്ടിക്കൊടുക്ക്. ഏതോ ഒരു ഇരുണ്ട മുറിയിൽ നാറുന്ന കിടക്കയിൽ ഒലിവർ കിടന്നു. അപ്പോഴും ചാർലിയും കൂട്ടുകാരും അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. കിടന്നപ്പോഴേക്കും ഒലിവർ ഉറങ്ങിപ്പോയി. വിണ്ട് കീറി കുമ്മായമടർന്ന് പെരിച്ചാഴികൾ മാളം കുഴിച്ച മാറാലകൾ കൂടാരം കെട്ടിയ പഴകി ദ്രവിച്ച ഇരുട്ടുമുറിയിലായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. ചെകുത്താൻ്റെ മുഖവുമായി തൻ്റെ തടവുകാരൻ്റെ നേരെ ഫാഗിൻ ചിലപ്പോൾ പാർത്തു നോക്കും. ഡോഡ്ജും ചാർലിയും അവനെ ഉപദേശിക്കാനെത്തും. ഫാഗിനെ അനുസരിക്കുന്നതാ നിന്റെ ഭാവിക്ക് നല്ലത്. നിന്റെ ആകെയുള്ളൊരു രക്ഷ അതുമാത്രമാണ്. എത്ര പണിപ്പെട്ടിട്ടും ഒലിവർ ട്വിസ്റ്റ് മെരുങ്ങിയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഒരു രാത്രി അവിടെ നിന്നും ഫാഗിൻ ഒരു കരിമ്പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി എങ്ങോട്ടോ നടന്നു. കറുത്ത കോട്ടിൽ വലിയൊരു നിഴൽ പോലെ കൂരിരുട്ടിൽ കുറുക്ക് വഴികളിലൂടെയായിരുന്നു ആ യാത്ര. ഒടുവിൽ ഒരു വീടിന് മുമ്പിൽ നിന്നു. ഇവിടെയാണ് ബിൽ സെക്സും നാൻസിയും പാർക്കുന്നത്. കറുത്തിരണ്ട രൂപത്തെ കണ്ട് ബിൽ സൈക്സിൻ്റെ നായ കടിക്കാനായി തയ്യാറെടുത്തു. ശവക്കുഴിയിൽ നിന്ന് വരുന്ന പ്രേതം. രൂപത്തെ നോക്കി ബിൽ അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്. അകത്ത് കിടന്ന ഫാഗിനും ബില്ലും മദ്യപാനം തുടങ്ങി. ഫാഗിൻ ഒന്ന് കുടിക്കുമ്പോൾ രണ്ടെന്ന തോതിൽ ബിൽ എല്ലാം കുടിച്ചു തീർത്തു. താൻ എന്തിനാണ് വന്നതെന്ന കാര്യം രഹസ്യമായി ബില്ലിനോട് പറഞ്ഞു. മോഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്ന ഒരു വീടിൻ്റെ രഹസ്യമായിരുന്നു അത്. വീടും പരിസരവും നിരീക്ഷിച്ച് പഠിക്കാൻ വിട്ട കള്ളസംഘത്തിലെ ടോബി ക്രിക്കറ്റ് അവിടെ തന്നെ അലഞ്ഞു തിരിയുന്നുണ്ട്. പക്ഷേ വീടിനകത്ത് കിടക്കാൻ ഒരു രക്ഷയുമില്ല. അവിടെ വേലക്കാരും കുടുംബാംഗങ്ങളും സമന്മാരെ പോലെയാണ്. പിന്നെ ആരെ സ്വാധീനിച്ച് അകത്ത് കയറി പറ്റും? നിരാശയോടെ ഫാഗിൻ നിശബ്ദനായി. ഒരു കൊച്ചുകുട്ടിയെ സഹായത്തിന് കിട്ടുമോ? സൈക്സ് പുതിയൊരാശയം മുമ്പോട്ട് വെച്ചു. എന്താണെന്നാൽ ആ വീട്ടിൽ കുട്ടികൾക്ക് മാത്രം അകത്ത് കയറി പറ്റാൻ പാകത്തിൽ ഒരു കിളിവാതിലുണ്ട്. ഫാഗിന് വളരെ സന്തോഷമായി. പക്ഷേ നാൻസി കേൾക്കെ അതെങ്ങനെ പറയും? അയാൾ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചു. നിങ്ങളുടെ മനസ്സിൽ ഒലിവർ ട്വിസ്റ്റ് ആണല്ലേ? പെട്ടെന്ന് നാൻസി ചോദിച്ചു. ഫാഗിൻ ഞെട്ടിയെങ്കിലും അയാൾ അവളുടെ ബുദ്ധിയെ പ്രശംസിച്ചു. ബില്ലിന് അതിഷ്ടപ്പെട്ടില്ല. കാശ് കൊടുത്താൽ എത്ര തെണ്ടികളെ തെരുവിൽ നിന്ന് വാങ്ങാൻ കിട്ടും? പിന്നെ എന്തിനാണ് കരിന്തിരി പോലുള്ള ആ ചെക്കൻ്റെ പിന്നാലെ കറങ്ങുന്നത്? ഫാഗിന് കൃത്യമായൊരു ഉത്തരം കൊടുക്കാനായില്ലെങ്കിലും തെരുവ് പിള്ളേർക്ക് നേടാൻ പറ്റാത്തത് പലതും ഒലിവറിനാകും എന്നയാൾ മറുപടി കൊടുത്തു. അവൻ സംഘത്തിന് പുറത്തു പോയാലുള്ള ആപത്ത് കൂടി ഫാഗിൻ പറഞ്ഞപ്പോൾ ബിൽ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒലിവർ ട്വിസ്റ്റിനെ രഹസ്യമായി ബില്ലിൻ്റെ വീട്ടിലെത്തിക്കാനുള്ള ചുമതല നാൻസി ഏൽപ്പിച്ച് അയാൾ പോയി. ആ രാത്രി കഴിഞ്ഞ് പകലെത്തി. വീണ്ടും രാത്രിയായി. അടച്ച വാതിൽ തുറന്ന് ആരോ വരുന്നു. ഒന്നും കാണാനില്ല, വെറും നിഴൽ മാത്രം.
ഒലിവർ മെഴുകുതിരി പൊക്കി നോക്കി. നാൻസി. അവളാകെ അവശയായതുപോലെ തോന്നുന്നു. സുഖമില്ലേ? ഒലിവർ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. കുറേ നേരം മിണ്ടാതെ കസാരയിലിരുന്നു. ഇത്തിരി കഴിഞ്ഞ് ഒലിവറെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് ബില്ലിൻ്റെ അടുത്തേക്ക് പോകാം. നീ ഒരുക്കമല്ലേ? അപ്പോൾ മാത്രമാണ് നാൻസി വന്ന കാര്യം അവന് പിടികിട്ടിയത്. കഴിഞ്ഞ ദിവസം ഫാഗിൻ ബില്ലിൻ്റെ സ്വഭാവം നന്നായി വിവരിച്ചതുകൊണ്ട് ഒലിവർ ഒന്നും പറയാതെ എഴുന്നേറ്റു. ഒലിവറിൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് നാൻസി മുറി പൂട്ടി പുറത്തിറങ്ങി. വഴിയിൽ കുതിരവണ്ടി കാത്തു നിന്നിരുന്നു. ബിൽ കാത്തിരിക്കുകയായിരുന്നു. നാൻസിയെയും ഒലിവറെയും കണ്ടപ്പോൾ അയാൾ അവരെ മുറിയിലാക്കി വേഗത്തിൽ വാതിലടച്ചു. മേശപ്പുറത്തു നിന്നും ഒരു കൈത്തോക്കെടുത്ത് ഒലിവറിന്റെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താണെന്ന് മനസ്സിലായോ? അറിയാം. അവൻ തലയാട്ടി. അനുസരണക്കേട് വലുതും കാട്ടിയാൽ ഇതിലെ ഉണ്ടകൾ നിന്റെ തലമണ്ട തകർക്കും. അതിന് കരുതിയതാണിത്. അവൻ വീണ്ടും തലകുലുക്കി. പക്ഷേ ഭയം കൊണ്ട് അവൻ വീണു പോയില്ലെന്നേ ഉള്ളൂ. ബിൽ അവന് അത്താഴം നൽകി. ഉറങ്ങാൻ പായ കൊടുത്തു. പക്ഷേ ഉറക്കം വന്നില്ല. നെരിപ്പോടിനരികെ തീ കായുന്ന നാൻസി തന്നോട് എന്തെങ്കിലും പറയുമെന്ന് അവൻ കരുതിയെങ്കിലും യാതൊന്നും ഉണ്ടായില്ല. പുലർച്ചെ 5:30 ബിൽ അവന് വിളിച്ചുണർത്തി. പ്രാതലും നൽകി. വസ്ത്രങ്ങൾ അണിയാൻ അവനെ നാൻസിയും സഹായിച്ചു. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അവർ, ഒലിവറും ബില്ലും. വഴിയാകെ മഴ നാശമാക്കിയിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ തുടുപ്പുകളെ മഴ കെടുത്തി. ചെളി നിറഞ്ഞ തിരക്കൊട്ടുമില്ലാത്ത തെരുവ്. ബില്ലും ഒലിവർ ട്വിസ്റ്റും നടക്കുകയായിരുന്നു. 2 മണിക്കൂർ നടത്തം തന്നെ. പിന്നെ ഒരു കുതിരവണ്ടി കിട്ടി. കുറേ ദൂരം ചെന്ന് കാണും. പിന്നെയും നടത്തം തന്നെ. ഉച്ചഭക്ഷണത്തിന് ശേഷം നടത്തം തുടർന്നു. ഒലിവറിന് വേഗതയില്ലാതാകുമ്പോൾ ബിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. സന്ധ്യയോടടുത്തപ്പോൾ വീണ്ടും കുതിരവണ്ടിയിൽ യാത്ര. 7 മണിയോടെ അവർ വണ്ടി ഇറങ്ങി. ഒലിവർ ആകെ അവശനായിരുന്നു. വീണ്ടും നടത്തം തന്നെ. അങ്ങനെ കൂരിരുൾ വീണു. ഇപ്പോൾ ഒരു നദിയുടെ തീരത്താണവർ. തൻ്റെ മരണം നദിയിൽ മുങ്ങിയിട്ടായിരിക്കുമെന്ന് ഒലിവർ കരുതി. പക്ഷേ പാലവും കടന്ന് അയാൾ ഒലിവറെയും കൂട്ടി നടന്നു. നദിയുടെ അക്കരെ നിറയെ ചെളിയായിരുന്നു. ചതുപ്പിലൂടെ നടന്ന് അവർ ഒരു വീടിൻ്റെ ഉമ്മറത്തെത്തി. വീടിനുള്ളിൽ ആരുമില്ലെന്നും അത് പഴകിയതും ആൾപ്പാർപ്പില്ലാത്തതാണെന്നും തോന്നി. പെട്ടെന്നൊരാൾ വീടിൻ്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു. ബില്ലിൻ്റെ കൂട്ടുകാരൻ ടോബി ക്രക്കറ്റായിരുന്നു അത്. ബിൽ ഒലിവറിനെ അയാൾക്ക് പരിചയപ്പെടുത്തി. നരച്ച വെളിച്ചത്തിൽ പോലും അറപ്പ് തോന്നുന്ന ടോബിയെ ഒലിവർ നോക്കി. ചകിരിനാരി പോലത്തെ നീളൻ മുടി, ചെളി പിടിച്ച കൈവിരലുകൾ, പുകയിലപ്പൊടി നിറമുള്ള നീളൻ കോട്ട്. ടോബിയും ബില്ലും എന്തോ സ്വകാര്യം പറഞ്ഞു. ഒന്നിച്ച് 3 പേരും ഭക്ഷണം കഴിച്ചു. ഒലിവറെ അവർ നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു. ഉറക്കത്തിൽ ഒലിവർ രസകരമായ സ്വപ്നങ്ങൾ കണ്ടു. അത് മുഴുവിക്കുന്നതിന് മുമ്പേ ടോബി അവനെ വിളിച്ചുണർത്തി. സമയം 1:30 മണി. ഉണരുമ്പോൾ ഒലിവർ കാണുന്നത് തിരക്കിട്ട് വസ്ത്രം മാറുന്ന ബില്ലിനെയും ടോബിയെയുമാണ്. കോട്ടിൻ കീശയിൽ തോക്കും ആയുധങ്ങളും താക്കോൽ കൂട്ടങ്ങളുമുണ്ട്. കഴുത്തിൽ തൂവാല കെട്ടിയിട്ടുണ്ട്. കയ്യിലൊരു വലിയ വടിയും. മഞ്ഞ് മഴ പോലെ പെയ്യുകയാണ്. ശീതക്കാറ്റ് വീശിയടിക്കുന്നു. അവർ വീണ്ടും നടത്തം തുടങ്ങി. വന്ന വഴിക്ക് തന്നെ. പാലവും നദിയും കടന്ന് നടത്തം തന്നെ. ചുറ്റും മതിൽ കെട്ടിയ ഒരു വീടിൻ്റെ മുമ്പിൽ അവരെത്തി. ടോബി മതിൽ ചാടിക്കടന്ന് അവരെ കൂടി ചാടാൻ സഹായിച്ചു. അപ്പോൾ മാത്രമാണ് ഒലിവർ ട്വിസ്റ്റിന് കൊള്ളയടിക്കാൻ എത്തിയതാണെന്ന് മനസ്സിലായത്. അവന് പേടി കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ദേഹം തളർന്നു. അവൻ നിലത്ത് വീണുപോയി. എണീക്കെ, ഇല്ലെങ്കിൽ നീ തല തകർന്നു ചാകും. ബിൽ തോക്ക് ചൂണ്ടി. ഒലിവർ ബില്ലിൻ്റെ കാലിൽ വീണ് കരഞ്ഞു. താൻ ലണ്ടൻ വിട്ടു പോയിക്കൊള്ളാമെന്നും അകലെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞു. ദയവ് ചെയ്ത് മോഷ്ടിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ടോബി ബില്ലിൻ്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി ഒലിവറുടെ തൊണ്ടയ്ക്ക് നേരെ ചൂണ്ടി. ഒറ്റയക്ഷരം നീ ഇനി മിണ്ടിപ്പോകരുത്. ഒലിവർ പൊടുന്നനെ നിശബ്ദനായി. ഏതായാലും മരണം ഉറപ്പാണ്. നല്ല കാര്യം ചെയ്തു തന്നെ മരിക്കണം. ശബ്ദമുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തി കൊള്ളക്കാരിൽ നിന്നും അവരെ രക്ഷിക്കണം. അവൻ ആ തീരുമാനത്തിലുറച്ച് അവരോടൊപ്പം നടന്നു.
കുനിഞ്ഞിന്ന ടോബിയുടെ പുറത്ത് ചവിട്ടി നിന്ന് ബിൽ ഒലിവറെ കിളിവാതിലിലൂടെ അകത്തേക്ക് തള്ളി. അകത്തെത്തി റാന്തൽ കത്തിച്ച് വാതിൽ തുറക്കാനാണ് നിർദ്ദേശം. പുറത്ത് ടോബിയും ബില്ലും പതുങ്ങി നിന്നു. അപ്രതീക്ഷിതമായി വീടിനുള്ളിൽ നിന്നും നിലവിളി ഉയർന്നു. ഓർക്കാപ്പുറത്തുള്ള ശബ്ദം കേട്ട് ഒലിവറുടെ കയ്യിലുള്ള റാന്തൽ വീണുപോയി. ഒപ്പം പുറത്തുനിന്ന് ബില്ലിന്റെ ശബ്ദം, തിരിച്ചു വാ. ഇതോടെ വീടിനകത്തു നിന്നും ശബ്ദവും വെളിച്ചവും വന്നു. ഒരു വെടിശബ്ദം കേട്ടു. ബിൽ ഒരു വിധത്തിൽ ഒലിവറെ പിടിച്ച് പുറത്തിട്ടു. ഒലിവറിന് വെടിയേറ്റിരുന്നു. അവനെ തൂക്കിയെടുത്ത് മരണോട്ടമായി. ടോർച്ചും പന്തവും നായ്ക്കളുടെ ബഹളവും പിന്നാലെ. കൈത്തണ്ടയ്ക്ക് വെടിയേറ്റ് രക്തം വാർന്ന ഒലിവറിന്റെ ബോധം പോയി. അവൻ എടുത്തോടുന്നത് ഒരു ഭാരമാണിപ്പോൾ. ടോബിയുടെ നിർദ്ദേശപ്രകാരം ബിൽ ഒലിവറെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ രണ്ടാളും ഓട്ടമായി. രണ്ടു വഴി മരണോട്ടം. ഇത്രയൊക്കെ നടന്നിട്ടും ഫാഗിൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. അയാൾ കത്തുന്ന നെരിപ്പോടിന്റെ മുന്നിലിരുന്ന് എന്തോ ആലോചിച്ച് തീ കയറുകയായിരുന്നു. മുറിയിൽ കള്ളസംഘത്തിലെ കുട്ടികൾ ചീട്ട് കളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. പുറത്താരോ വാതിലിന് മുട്ടി. എല്ലാം ഒരു നിമിഷം നിശ്ചലമായി. പരിഭ്രമത്തിലേക്ക് ആഴ്ന്നുപോയി അവരെല്ലാം. ഡോഡ്ജർ പതുങ്ങി പതുങ്ങി വാതിലിനടുത്തെത്തി. പിന്നെ തുളയിലൂടെ പുറത്തേക്ക് നോക്കി. ആളെ തിരിച്ചറിഞ്ഞെന്ന മട്ടിൽ വാതിൽ തുറക്കുകയും ചെയ്തു. തളർന്ന് അവശനായ ഒരു രൂപം മുറിയിലെത്തി ഒരിടത്ത് പോയി വീണു. അത് ടോബിയായിരുന്നു. അയാൾ വല്ലതും തിന്നാനും കുടിക്കാനും ആവശ്യപ്പെട്ടു. കിട്ടിയതത്രയും ഒറ്റയിരിപ്പിനകത്താക്കിയിട്ട് അയാൾ ബില്ലിനെ കുറിച്ച് അന്വേഷിച്ചു. ചോദ്യം കേട്ട് ഫാഗിനും മറ്റുള്ളവരും അമ്പരന്നു പോയി. കാര്യം മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി. ബിൽ ഇവിടെ എങ്ങും വന്നിട്ടില്ലല്ലോ, എന്തുപറ്റി? ഫാഗിൻ ചോദിച്ചു. അപ്പോൾ ടോബി കഴിഞ്ഞ രാത്രി നടന്ന സംഭവം മുഴുവൻ വിവരിച്ചു. തലമുടി വലിച്ചു പറിക്കാനും തുടങ്ങി. അവസാനം അയാൾ ഇറങ്ങി ഓടി. പതിവായി ബില്ലിനെ കാണാറുള്ള മദ്യശാലയിൽ ചെന്നപ്പോൾ അയാൾ അവിടെയില്ലായിരുന്നു. ഒരു കുതിരവണ്ടിയിൽ ബില്ലിന്റെ വീട്ടിലെത്തി ഫാഗിൻ. അവിടെ നാൻസി മാത്രമുണ്ട്. ഒരു മേശപ്പുറത്തവൾ ശവം പോലെ കിടക്കുന്നു. സംഭവിച്ചതെല്ലാം ഫാഗിൻ അവളോട് പറഞ്ഞു. അവൾ ഒരക്ഷരം മിണ്ടിയില്ല. ഫാഗിൻ അവളെ സംസാരിപ്പിക്കാൻ നോക്കിയിട്ടും നടന്നില്ല. ബില്ലിന്റെയും ഒലിവർ ട്വിസ്റ്റിന്റെയും സുരക്ഷിതത്വമോർത്ത് സങ്കടമുണ്ടെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ നാൻസി പറഞ്ഞു, നിങ്ങളുടെ നരകത്തിനേക്കാൾ സുഖമുള്ള സ്ഥലത്തായിരിക്കും ഇപ്പോൾ ഒലിവർ. ബില്ലിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട. അയാൾക്കൊരാപത്തും വരില്ലെന്ന് ഞാൻ കരുതുന്നു. ഫാഗിൻ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. ഇരുട്ടിലൂടെ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. തിരിച്ച് മുറിക്കടുത്തെത്തി തുറക്കാനായി താക്കോലെടുക്കുമ്പോഴാണ് ഒരു കറുത്ത രൂപം നിഴൽ പോലെ നിൽക്കുന്നത് കണ്ടത്. അത് അനങ്ങി അനങ്ങി ഫാഗിൻ്റെ അടുത്തെത്തി. അയാളുടെ ചെവിക്കടുത്ത് ചെന്ന് രൂപം മന്ത്രിച്ചു. ഞാനാണ്, മോങ്സ്. ഫാഗിൻ അയാളെയും കൂട്ടി അകത്ത് കടന്ന് വാതിലടച്ചു. പരമരഹസ്യമായി എന്തോ ചെയ്യുന്നത് പോലെ മെഴുകുതിരി വെളിച്ചം പോലും വിടവിലൂടെ പുറത്തെത്താതിരിക്കാൻ ഫാഗിൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ചായിരുന്നു ചർച്ച മുഴുവനും. അവനെ ഒരു പോക്കറ്റടിക്കാരനാക്കി മാറ്റാത്തതിൽ മോങ്സ് ഫാഗിനെ കുറ്റപ്പെടുത്തി. അതിനവന് മോഷണത്തിൽ ഒട്ടും താല്പര്യമില്ല. ഫാഗിൻ മോങ്സിനെ അറിയിച്ചു. വഴിയുണ്ട്. അവനെ ജീവപര്യന്തം തടവിൽ കഴിയാനുള്ള എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പെടുത്തണം. പറ്റിയില്ലെങ്കിൽ നാട് കടത്തണം. മോഷണ താല്പര്യം കൂട്ടാൻ അവനെ പതിവായി ഡോഡ്ജറുടെ കൂടെ അയക്കണം. ഫാഗിൻ പഴയ കഥ പറഞ്ഞു. ഒരു വിധമാണ് വീണ്ടും അവനെ നാൻസി തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നാൻസിക്ക് അവനോട് ദയയും തോന്നി തുടങ്ങിയിരിക്കുന്നു. മോങ്സിന് ആരിശവും നിരാശയും വന്നു. എന്നാൽ ആ നാൻസി അങ്ങ് തട്ടിയേക്ക്, അയാൾ ഉറക്കെ പറഞ്ഞു. ഫാഗിന് മേൽ മോങ്സിന് അത്രയ്ക്ക് അധികാരവും നിയന്ത്രണവും ഉണ്ടായിരുന്നു. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ലണ്ടൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാക്കി ഞാൻ അവനെ മാറ്റും. മറിച്ച് ഫാഗിൻ നിർത്തി. മറിച്ച് മോങ്സ് അക്ഷമനായി. അവനെ ആരെങ്കിലും കൊന്നാൽ? ഫാഗിൻ അർത്ഥം വെച്ച് മോങ്സിനെ നോക്കി. ഒലിവർ ട്വിസ്റ്റിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ തൻ്റെ മേൽ ഇയാൾ കുറ്റം ചുമത്തുമെന്ന് മോങ്സിന് തോന്നി. അപ്പോഴാണ് ഒരു നിഴൽ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ കണ്ടത്. മോങ്സ്
ഞെട്ടിത്തിരിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ഫാഗിൻ ചാടി എഴുന്നേറ്റ് അയാളെ ചുറ്റിപ്പിടിച്ചിരുന്നു. അവിടെ അവിടെ ഒരു സ്ത്രീരൂപം, മോങ്സ് ഭയത്തോടെ പറഞ്ഞു. ഫാഗിൻ മെഴുകുതിരിയുമായി മുറിയാകെ തിരഞ്ഞു നടന്നു. മറ്റൊരു മുറിയിൽ എപ്പോഴോ തുടങ്ങിയ കുടിയും കളിയും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് പുതിയ കൂട്ടുകാരൻ കൂടി എത്തിയെന്ന് മാത്രം, ടോബി. ആരുമില്ല എന്ന് പറഞ്ഞിട്ടും മോങ്സിൻ്റെ പേടി മാറിയില്ല. ഒരു പിശാചും ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞ് അവസാനം ഫാഗിൻ തൻ്റെ അരയിൽ ഭദ്രമായി വെച്ച താക്കോൽ കൂട്ടം എടുത്തു കാണിച്ചു. നോക്കൂ, ഈ വീട് ഭദ്രമാണ്. മോങ്സിന് സമാധാനമായി. തോന്നിയതാവാം, അയാൾ പെറുപെറുത്തു. ആകാമെന്ന് ഫാഗിനും പറഞ്ഞു. കൊടും ശൈത്യത്തിൽ വളരെ വൈകിയാണ് പകലെത്തിയത്. കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒലിവർ ട്വിസ്റ്റ് മഞ്ഞ് മുഴുവൻ കൊണ്ട് അബോധാവസ്ഥയിലായിരുന്നു. ബോധം വന്നപ്പോൾ കൂടെ വേദനയും വന്നു. അവൻ ശരിക്കും ഞെരിപിരി കൊണ്ടു. ഇടത് കൈ അനക്കാൻ വയ്യ. വളരെ പണിപ്പെട്ടാണ് എഴുന്നേറ്റത്. നടക്കാൻ പഠിക്കുന്ന കുട്ടിയെപ്പോലെ ഒരുപാട് തവണ വീണ ശേഷമാണ് ആടിയാടി നടക്കാനായത്. കണ്ണെത്തുന്ന ദിക്കിലൊന്നും ഒരാളുമില്ല. എന്നാലും അവൻ നടന്നു. ഇഴഞ്ഞു എന്ന് പറയുന്നതും ശരിയായിരിക്കും. ഒരുവിധം റോഡരികിലെത്തി. അതാ ഒരു വീട്. അവന് വേഗം മനസ്സിലായി, അത് ഇന്നലെ കൊള്ളയടിക്കാൻ കയറിയ വീടാണ്. അവിടെ നിന്നും ഓടിപ്പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നമർന്ന് നടക്കാൻ പോലും അവനാവില്ലായിരുന്നു. എന്തായാലും ഒരുവിധം വീട്ടുവരാന്തയിൽ അവൻ കയറിപ്പറ്റി. അകത്ത് ചർച്ച നടക്കുകയാണ്. അതാ തലേന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് തന്നെ. ഗില്ലസ് എന്ന വീട്ടുവേലക്കാരൻ മറ്റു വേലക്കാരോട് കള്ളനെ വെടിവെച്ചിട്ട അനുഭവം വിവരിക്കുകയാണ്. അയാളുടെ ധീരതയിൽ പ്രശംസകൾ പ്രവഹിക്കുകയാണ്. തൻ്റെ ധൈര്യത്തെപ്പറ്റി അയാളും വീമ്പിളക്കുകയാണ്. പിന്നെ ഇന്നലെ ചെയ്തതെല്ലാം അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. അപ്പോഴാണ് പുറത്തെ വാതിലിൽ ആരെ മുട്ടുന്നത്. സകലരുടെയും ധൈര്യം പോയി. ഗില്ലസ് ഓടി ഒളിച്ചു. ബ്രിറ്റിൽസ് എന്ന മറ്റൊരു വേലക്കാരൻ എലിയെപ്പോലെ വിറച്ച് വിറച്ച് ആരെങ്കിലും വാതിൽ തുറന്നു നോക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. ആർക്കും ധൈര്യമില്ല. ഒടുവിൽ എല്ലാവരും ഒന്നിച്ച് നായ്ക്കളെയും ഒപ്പം കൂട്ടി. സൂക്ഷിച്ച് സൂക്ഷിച്ച് എല്ലാവരും അടിവച്ചടിവെച്ച് നീങ്ങി. വാതിൽ തുറന്നു. ആരുമില്ല. അതാ വാരാന്തയിൽ ഒരു പയ്യൻ വീണ് കിടക്കുന്നു. ആരും വേറെയില്ലെന്ന് കണ്ടപ്പോൾ ഗില്ലസിന് ധൈര്യം വെച്ചു. അയാളൊരു സാഹസികനായി. അയാൾ ഒലിവറെ തൂക്കിയെടുത്തു. ഇവനെ ഞാനല്ലേ വെടിവെച്ചത്. ഈ ബ്രിറ്റിൽസ് ഉണ്ടല്ലോ, പേടിത്തൊണ്ടൻ, അവൻ എനിക്ക് വിളക്ക് കാണിച്ചു തരിക മാത്രമാണ് ചെയ്തത്. വീമ്പ് പറച്ചിൽ ഉച്ചത്തിലാക്കി ഗില്ലസ് ഞെളിഞ്ഞു നിന്നു. ആ ധൈര്യശാലിയുടെ ചുറ്റിലും എല്ലാവരും കൂടി നിന്നപ്പോഴേക്കും അയാളുടെ വമ്പ് പറച്ചിൽ കൂടി. ഹേയ്, കള്ളനെ കാണേണ്ടവരൊക്കെ വന്നോളൂ, ധൈര്യമായി വന്നോളൂ. അയാളുടെ ശബ്ദം കൂടി. ഗില്ലസ്. മുകളിൽ നിന്നും റോസ് അയാളെ വിളിച്ചു. ഒലിവർ ട്വിസ്റ്റ് എത്തിയ വീടിൻ്റെ ഉടമസ്ഥ മിസ്സിസ് മെയ്ലിയുടെ വളർത്തുപുത്രിയാണ് റോസ്. എന്തിനാണിങ്ങനെ ഒച്ചയിടുന്നത്? കള്ളന്മാരെക്കാൾ നിങ്ങളാണ് ഇന്നലെ തന്നെ അമ്മായി പേടിപ്പിച്ചത്. മെയ്ലിയെ അവൾ അമ്മായി എന്നാണ് വിളിക്കുക. ഇതും പറഞ്ഞ് റോസ് ഒലിവറുടെ അടുത്തെത്തി. അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾക്ക് ആ കിടപ്പ് കണ്ടിട്ട് സങ്കടം തോന്നി. ഒലിവറെ താങ്ങിയെടുത്ത് മുകളിലെത്തിച്ചു. ബ്രിറ്റിൽസ് അപ്പോഴേക്കും ഡോക്ടറെ വിളിച്ചിരുന്നു. ഡോക്ടർ ഒലിവറെ പരിശോധിച്ച ശേഷം കുഴപ്പമൊന്നുമില്ലെന്ന് റോസിനോട് പറഞ്ഞു. പക്ഷേ മിസ്സിസ് മെയ്ലിക്ക് അവനൊരു കൊള്ളക്കാരനായിരുന്നു. അവരുടെ സങ്കല്പത്തിലെ കൊള്ളക്കാരെല്ലാം ഭയങ്കരന്മാരായിരുന്നു. ഡോക്ടർ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അവർ ഒലിവറെ കാണാനെത്തി. തുണി കൊണ്ട് മുറിവ് കെട്ടി ശാന്തനായി ഉറങ്ങുകയായിരുന്ന അവനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. റോസും അവനടുത്ത് തന്നെയിരുന്നു. പാറിപ്പറന്ന തലമുടി കോതി മാറ്റുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവൻ്റെ നെറ്റിയിൽ വീണു. എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു പുഞ്ചിരി ആ ചുണ്ടുകളിൽ വിരിഞ്ഞു. മിസ്സിസ് മെയ്ലിക്ക് തീരെ വിശ്വാസമുണ്ടായില്ല. ഇത്രയും നിഷ്കളങ്കനായൊരു കുട്ടി കള്ളന്മാരുടെ കൂട്ടത്തിലുണ്ടാകുമോ? ഒറ്റ നോട്ടത്തിൽ ആരെയും മുഖവിലക്കെടുക്കാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലതല്ലാത്തതൊന്നും ഒലിവറിനെ കുറിച്ച് ചിന്തിക്കാൻ റോസിന് ആകുമായിരുന്നില്ല. അവനെ പൂർണ്ണമായും സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ജയിലിലേക്ക് അയക്കരുതെന്ന് അവൾ അമ്മായിയോട് അപേക്ഷിച്ചു. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ നിയമത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല.
മെയ്ലി അമ്മായി പറഞ്ഞു. വൈകുന്നേരമായിട്ടുണ്ടാവും ഒലിവറിന് ബോധം വരുമ്പോൾ. അവൻ ചുറ്റിനും നോക്കി. താൻ ഏതോ വീട്ടിൽ മെത്തയിലാണെന്ന് അവന് മനസ്സിലായി. ചുറ്റിലും നിന്ന് തന്നെ സൂക്ഷിച്ചു നോക്കുന്നവരെല്ലാം സ്നേഹമുള്ളവരാണെന്നും അവന് തോന്നി. പിന്നെ നിയന്ത്രിക്കാനായില്ല. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. റോസും മെയ്ലിയും ഡോക്ടറും അവനെ സമാധാനിപ്പിച്ചു. അവർ അവൻ്റെ കഴിഞ്ഞകാല കഥകൾ ചോദിച്ചു. ഇന്നലെ വരെ നടന്ന തൻ്റെ ജീവിതകഥ തളർന്ന സ്വരത്തിൽ അവൻ അവതരിപ്പിച്ചു. കേട്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ഡോക്ടർ പോലും മിഴികൾ തുടച്ചു. മറ്റൊന്നുകൂടി അവിടെ നടന്നു. ഒലിവറെ വെടിവെച്ച ഗില്ലസിനും കൂട്ടുകാർക്കും കർശനമായി താക്കീത് കിട്ടി. ആ സംഭവത്തെപ്പറ്റി ഒലിവറുടെ മുന്നിൽ വെച്ച് ഇനി ഒരിക്കലും വീമ്പ് പറയരുത്. പിന്നെയും ഒരുപാട് ദിവസങ്ങൾ ഒലിവർ ട്വിസ്റ്റിന് അസുഖമായി കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വന്നു. ഡോക്ടറുടെയും റോസിൻ്റെയും മെയ്ലിയുടെയും സ്നേഹപരിചരണം അവനെ ഉന്മേഷവാനാക്കി. ഒരു ദിവസം സംസാരത്തിനിടെ അവൻ ബ്രൗൺലോയെക്കുറിച്ച് പറഞ്ഞു. ആ നല്ല മനുഷ്യൻ്റെ മുന്നിൽ താനൊരു കള്ളനായിരിക്കും. ആ തെറ്റിദ്ധാരണ നീക്കണം. ഇതിനു മുമ്പ് തനിക്ക് നേരിട്ട അപകടത്തിൽ നിന്നും ഇതേപോലെ രക്ഷിച്ചത് അദ്ദേഹമായിരുന്നെന്നും അവൻ പറഞ്ഞു. അസുഖം മാറിയാൽ ബ്രൗൺലോയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു. അങ്ങനെയാണ് ഡോക്ടറും ഒലിവർ ട്വിസ്റ്റും ബ്രൗൺലോയെ തേടി യാത്രയായത്. പോകുന്ന വഴി അവൻ തിരിച്ചറിഞ്ഞു. താൻ ഇങ്ങോട്ട് വന്ന അതേ പാലം, നദി, ചതുപ്പ് നില, അതാ ആ വീട്. ബില്ലും ടോബിയും ഇതിനുള്ളിലായിരുന്നെന്ന് അവൻ ഡോക്ടറോട് പറഞ്ഞു. ഉടൻ ഡോക്ടർ വണ്ടി നിർത്തി. ഒലിവറേയും കൂട്ടി ആ വീട്ടിലേക്ക് നടന്നു. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത വീട്. വാതിലിനടിച്ചപ്പോൾ ഒരു വൃദ്ധൻ കതകു തുറന്നു. ഒറ്റ നോട്ടത്തിൽ പിശാച് തന്നെ. ഭീകരമായ മുഖം, ജട കെട്ടിയ മുടി, പുറത്ത് ഒരു കൂനുമുണ്ട്. എന്തു വേണം? വല്ലാത്ത പരുക്കൻ ശബ്ദം. ബിൽ സൈക്സ് എവിടെ? ഒരു പരിചയക്കാരനെ അന്വേഷിക്കുന്നത് പോലെ ഡോക്ടർ ചോദിച്ചു. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അതും 20 വർഷമായി. അങ്ങനെ ഒരാളെ എനിക്കറിയുക പോലുമില്ല, വൃദ്ധൻ പറഞ്ഞു. വിശ്വാസം വരാതെ ഡോക്ടർ അകത്ത് കയറി പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടില്ല. ഒലിവറിന് വീട് മാറിയതായിരിക്കും, ഡോക്ടർ വിചാരിച്ചു. വൃദ്ധൻ്റെ ഭയപ്പെടുത്തുന്ന രൂപം ദിവസങ്ങളോളം ഒലിവറുടെ മനസ്സിൽ ഒരു പേടിയായി അവശേഷിച്ചു. ഒലിവറിൻ്റെ മനസ്സമാധാനത്തിനും സ്വൈര ജീവിതത്തിനുമായി മിസ്സിസ് മെയ്ലിയും റോസും ഒരു ഉൾനാട്ടിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് ഒലിവർ ട്വിസ്റ്റിന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ മെയ്ലി ഒരുക്കി കൊടുത്തു. എല്ലാം കൊണ്ടും നല്ല കാലം. ഒലിവർ ട്വിസ്റ്റ് ആകെ മാറി. അങ്ങനൊരു ദിവസം സായാഹ്ന സവാരി കഴിഞ്ഞ് അവർ 3 പേരും മടങ്ങി വരികയായിരുന്നു. പെട്ടെന്നാണ് റോസിന് ഒരു അസ്വസ്ഥത തോന്നിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും തീർത്തും അവശയായി. കടുത്ത പനി. നിമിഷം തോറും രോഗം കൂടിക്കൊണ്ടേയിരുന്നു. പട്ടണത്തിലുള്ള കുടുംബ ഡോക്ടറെ വിവരമറിയിക്കാൻ ഒരു കുറിപ്പുമായി ഒലിവർ വിട്ടു. അവൻ തപാൽ ഓഫീസിലെത്തി. തിരിച്ചു വരുന്ന വഴിക്ക് തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ അവനൊരു വൃദ്ധനെ ചെന്ന് മുട്ടി. അയാൾ വീഴുകയും അവനെ അടിക്കാനായി കൈ ഓങ്ങുകയും ചെയ്തു. അയാളുടെ നോട്ടവും പെരുമാറ്റവും അവനെ നടുക്കിയിരുന്നു. പക്ഷേ റോസിനെ കണ്ടപ്പോൾ അവനതെല്ലാം മറന്നു. പിറ്റേന്ന് രാത്രിയിൽ ഡോക്ടർ എത്തി. രോഗം കടുത്തതാണെന്ന് മെയ്ലിയോട് പറയുന്നത് അവൻ കേട്ടു. അതവനെ വല്ലാതെ തളർത്തി. രാവും പകലുമില്ലാതെ അവൻ റോസിൻ്റെ മുറിയിൽ തന്നെയായിരുന്നു. ഒരു വൈകുന്നേരം ഗില്ലസ് അവിടെ എത്തി. കൂടെ ഒരു ചെറുപ്പക്കാരനും. മിസ്സിസ് മെയ്ലിയുടെ മകൻ ഹാരി മെയ്ലിയായിരുന്നു അത്. റോസിൻ്റെ അസുഖത്തിൽ അയാൾ ഏറെ ദുഃഖിതനായിരുന്നെന്ന് അവന് തോന്നി. റോസിനെ വിവാഹം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടി ഒലിവറിന് മനസ്സിലായി. ഹാരിയും ഒലിവറും വേഗമെടുത്തു. റോസിൻ്റെ കാര്യങ്ങളിൽ അവർ 2 പേരും ഒരുപോലെ ശ്രദ്ധ കാണിച്ചു. ഒരു ദിവസം എന്തോ വായിച്ചിരിക്കുകയായിരുന്ന ഒലിവർ ജനലിനടുത്തുകൂടി ആരോ നടന്നു നീങ്ങുന്നത് കണ്ടു. അവൻ ഞെട്ടി എഴുന്നേറ്റ് സൂക്ഷിച്ചു നോക്കി. 2 പേരുണ്ട്. അതിലൊരാൾ ഫാഗിനായിരുന്നു. അയാൾ അവനെ തുറിച്ചു നോക്കുകൂടി ചെയ്തു. ഒലിവർ ഞെട്ടിപ്പോയി. ഫാഗിൻ, ഫാഗിൻ! അവൻ ഉറക്കെ കരഞ്ഞു. ശബ്ദം കേട്ട് ഹാരി അടക്കം എല്ലാവരും ഓടിയെത്തി. ഒലിവർ പുറത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. ഫാഗിൻ, അതവിടെ! അവൻ ചൂണ്ടിയ വഴിയിലൂടെ അവർ ഫാഗിനെയും തിരഞ്ഞോടി. വളരെ ദൂരെ പോലും ആ തിരച്ചിലെത്തി. എന്നാൽ ആരെയും കണ്ടില്ല.
പഴയ കഥകളെല്ലാം ഉള്ളിലുള്ളതുകൊണ്ട് ഒലിവറിന് അങ്ങനെ തോന്നിയതാകാം. അവരവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഒലിവർ വല്ലാതെ ഭയപ്പെട്ടു. താൻ വീണ്ടും കൊള്ളസംഘത്തിന്റെ കെണിയിൽ വീഴുമോ? കുറച്ചു ദിവസം മുമ്പ് വഴിയിൽ വെച്ച് കൂട്ടിയിടിച്ച വൃദ്ധൻ ഫാഗിൻ തന്നെ അല്ലായിരുന്നു. അത്ര പെട്ടെന്നൊന്നും ആ പേടി അവനെ വിട്ടുപോയില്ല. പിന്നെ സാവധാനം എല്ലാം മാഞ്ഞുപോയി. ബംബിൾ ഒരു വിവാഹമൊക്കെ കഴിച്ചു. ഒലിവർ ട്വിസ്റ്റ് പിറന്നു വീണ അനാഥ മന്ദിരത്തിലെ മേട്രൻ കോണിയായിരുന്നു വധു. ബംബിൾ വിചാരിച്ചു അവൾ വലിയ കാശുകാരിയായിരിക്കുമെന്ന്. പക്ഷേ വിവാഹം കഴിച്ച ശേഷമാണ് അറിഞ്ഞത് അവൾ അത്ര വലിയ കാശുകാരിയൊന്നുമല്ല. പിന്നെ വഴക്കായി, പിണക്കമായി. കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും കശപിശിയാണ് രണ്ടു പേർക്കും പരിപാടി. ഒരു നാൾ ലഹളയ്ക്ക് ശേഷം ബംബിൾ ഇറങ്ങി നടന്നു. പതിവ് പോലെ മദ്യശാലയിലെത്തി. അവിടെ നിന്നും ഒരു പൊക്കക്കാരൻ അയാളോട് ലോഹ്യം കാട്ടി. എവിടെയോ കണ്ട മുഖം. ബംബിളിന് ആളെ പിടികിട്ടുന്നില്ല. ഒടുവിൽ അയാൾ ബംബിളിനെ പരിചയപ്പെട്ടു. ഞാനെന്ന് അനാഥ മന്ദിരത്തിലെ മാനേജരാ, ബംബിൾ ഗൗരവത്തിൽ പറഞ്ഞു. അതയാൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ അനാഥ മന്ദിരത്തിൽ നിന്നും ഒരു രഹസ്യം അയാൾക്ക് വേണ്ടിയിരുന്നു. 2 സ്വർണ്ണ നാണയമെടുത്ത് അയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മേശപ്പുറത്ത് വെച്ചു. ബംബിളിൻ്റെ അടുത്തേക്ക് അത് നീക്കി കൊടുത്തു. 12 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജനിച്ച ഒരു കുട്ടിയുടെ വിവരമായിരുന്നു അയാൾക്ക് അറിയേണ്ടത്. കേട്ടപ്പോഴേ ബംബിൾ അറിയാമെന്ന് പറഞ്ഞു. ഓ, ഒലിവർ ട്വിസ്റ്റ്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയ്ക്ക് അവനെക്കുറിച്ച് അറിയാമെന്നും അയാൾ പറഞ്ഞു. ഒലിവർ ട്വിസ്റ്റിനെ പ്രസവിക്കുന്ന സമയത്ത് സഹായിയായി ഒരു വൃദ്ധയുണ്ടായിരുന്നു, സാലി. അവർ മരിക്കുമ്പോൾ ഒലിവറെക്കുറിച്ചുള്ള എന്തോ ഒരു വിവരം തൻ്റെ ഭാര്യയ്ക്ക് നൽകിയിരുന്നെന്നും ബംബിൾ പറഞ്ഞു. അത് കേട്ട് പൊക്കക്കാരൻ എന്തോ ആലോചിച്ചു. പിന്നെ ചോദിച്ചു, എനിക്ക് അവരെ ഒന്ന് കാണാനാകുമോ? തീർച്ചയായും. എങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെയും കൂട്ടി വരാമോ? വരാം. പൊക്കക്കാരൻ വിലാസം പറഞ്ഞു കൊടുത്തു. പേരും പറഞ്ഞു, മോങ്സ്. പിറ്റേന്ന് വൈകുന്നേരം ബംബിള് ഭാര്യയും കൂടി മോങ്സ് താമസിക്കുന്നിടത്ത് എത്തി. പഴയ കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃത്തിഹീനമായ തെരുവ്, നദീതീരത്തെ ചതുപ്പിലെ ഇടുങ്ങിയ വഴികൾ. കൊള്ളക്കാരാൽ കുപ്രസിദ്ധമായ ഇടമായിരുന്നു അത്. മോങ്സ് അവരെ കാത്തിരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ അയാൾ ഉള്ളിൽ കയറി വാതിലടച്ചു. അകത്തെ മങ്ങിയ വെളിച്ചത്തിൽ കാര്യത്തിലേക്ക് കടന്നു. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ചുള്ള ഒരു രഹസ്യവും മറക്കരുത്. അതെല്ലാം മോങ്സിനെ അറിയിക്കണം. ബംബിൾ പേടിച്ചെങ്കിലും മിസ്സിസ് കോണിക്ക് ഒരു പേടിയുമില്ലായിരുന്നു. മാത്രമല്ല, രഹസ്യം പറഞ്ഞാൽ ചുരുങ്ങിയത് 25 സ്വർണ്ണ നാണയങ്ങൾ കിട്ടണമെന്നും പറഞ്ഞു. അതും മുൻകൂറായി വേണം. കേട്ടപാടെ മോങ്സ് ആവശ്യപ്പെട്ട കാശ് കോണിയുടെ മുന്നിലിട്ട് കൊടുത്തു. മഴ തകർത്തു പെയ്യുകയായിരുന്നു. നദി കുലം കുത്തി ഒഴുകുന്നു. ജാലകത്തിലൂടെ എല്ലാം വ്യക്തമായി കാണാമായിരുന്നു. ഒരു സ്വകാര്യം പോലെ മിസ്സിസ് കോണി തനിക്കറിയാവുന്ന ഒലിവറിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാൻ തുടങ്ങി. ഒലിവറിൻ്റെ പ്രസവമെടുത്ത സാലി എന്ന വൃദ്ധ മരിക്കുമ്പോൾ ഞാൻ മാത്രമായിരുന്നു അടുത്ത്. ഒലിവറിൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റും സ്വർണ്ണമോതിരവും മരിക്കുമ്പോൾ സാലിയിൽ നിന്നും കോണിക്ക് കിട്ടിയിരുന്നു. അതവർ മോങ്സിന് നൽകി. അയാളത് ഒരുപാട് തവണ പരിശോധിച്ചു. മോതിരത്തിൽ കൊത്തിയ പേരും വായിച്ചു, ആഗ്നസ്. തെരഞ്ഞതെന്തോ കിട്ടിയ സന്തോഷത്തിൽ അയാൾ മുന്നോട്ട് നടന്നു. നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? കോണി ചോദിച്ചു. ഇതാ, നോക്കി കണ്ടുകൊള്ളൂ, മോങ്സ് വിളിച്ചു പറഞ്ഞു. ലോക്കറ്റും മോതിരവും കുത്തിത്തിരിഞ്ഞ് ഒഴുകുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത്രയേ ചെയ്യാനുള്ളൂ, അയാൾ പറഞ്ഞു. ഭയം കൊണ്ട് ബംബിളും കോണിയും വിറച്ചുപോയി. കടന്നുപോ, മോങ്സ് ഉച്ചത്തിലലറി. മഴ വകവയ്ക്കാതെ രണ്ടുപേരും ഓടിക്കഴിഞ്ഞിരുന്നു. ബിൽ അസുഖമായി കിടക്കുകയാണ്. വെളിച്ചം കടക്കാത്ത ഇരുട്ടുമുറിയിൽ നാൻസിയാണ് അയാളെ ശുശ്രൂഷിക്കുന്നത്. ബില്ലിൻ്റെ കടിയൻ നായ ഇരിപ്പുറയ്ക്കാത്തതുപോലെ മുരളുകയും യജമാനെ നോക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. ബിൽ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞു. നാൻസി അയാളെ സഹായിച്ചു. പക്ഷേ അയാൾ അവളെ തെറി പറയുകയും ശപിക്കുകയും ചെയ്തു. അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അവളും അവശയാണ്. എന്നിട്ടും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ ബില്ലിനെ ശുശ്രൂഷിക്കുകയാണ്. ഈ സമയത്താണ് ഫാഗിൻ വന്നത്, ഒരു പൊതിയും പിടിച്ച്. ഡോഡ്ജറും ചാർലിയുമുണ്ട് കൂടെ.
ഫാഗിനെ കണ്ടതോടെ ബിൽ ആകെ മാറി. അയാൾക്ക് നല്ല ദേഷ്യം വന്നു. എന്തിനാണ് വന്നതെന്ന് അയാൾ മുരണ്ടു. നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഫാഗിൻ പറഞ്ഞു. ഡോഡ്ജറുടെ കയ്യിൽ നിന്നും പൊതി വാങ്ങി അഴിച്ച് ബില്ലിൻ്റെ മുമ്പിൽ വെച്ചു. ഇളം മുയിലിറച്ചി, ചായപ്പൊടി, പഞ്ചസാര, റൊട്ടി, വെണ്ണ, പാൽക്കട്ടി, പിന്നെ മദ്യവും. കുറേ മദ്യം അയാൾ അപ്പോൾ തന്നെ അകത്താക്കി. നിന്റെ ആരോഗ്യം നന്നാവാനുണ്ട്, ഫാഗിൻ വെറുതെ പറഞ്ഞു. ശരിയാണ്, നീ എത്തുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് തവണ മരിച്ചിരുന്നു. ഫാഗിൻ അത് കേട്ട് ചിരിച്ചു. ആപത്ത് കാലത്ത് തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് അയാൾ പരിഭവം പറഞ്ഞു. ഒന്നും കരുതി കൂട്ടിയല്ല, ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ ഞാൻ ലണ്ടനിലായിരുന്നെന്ന് ഫാഗിൻ പറഞ്ഞു. അതിപ്പോൾ പറയാനാവില്ലെന്നും കൂട്ടിച്ചേർത്തു. പിന്നെ മറ്റു ചിലതുകൂടി പറഞ്ഞു. ആ വീട് കവർച്ചയ്ക്ക് ശേഷം വളരെ പേടിയോടെയാണ് താൻ കഴിയുന്നത്. ഒലിവർ ട്വിസ്റ്റ് ശത്രുക്കളുടെ കയ്യിലാണെങ്കിൽ പോലീസ് നമ്മുടെ സകല രഹസ്യങ്ങളും ചോർത്തു. അങ്ങനെയെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ. അതാണ് ഇങ്ങോട്ട് വരാത്തത്. ആ ഒലിവറെ തട്ടിയെടുക്കുക മാത്രമേ രക്ഷയുള്ളൂ. അതെങ്ങനെ നടക്കും? ബിൽ ചോദിച്ചു. രഹസ്യം പറയാൻ അപ്പോൾ ഫാഗിൻ ബില്ലിനടുത്തേക്ക് ചേർന്നിരുന്നു. ഒലിവർ ആരുടെ കൂടെ ലണ്ടനിലെത്തിയിട്ടുണ്ട്. ഒരു ഹോട്ടലിലാണ്. ചാർലിയാണ് ഈ രഹസ്യം കണ്ടെത്തിയത്. കൂടുതൽ ചർച്ചകളും സംഭാഷണങ്ങളും ഉണ്ടായില്ല. ഫാഗിൻ യാത്ര പറഞ്ഞിറങ്ങി. പോകുമ്പോൾ ബിൽ കുറച്ച് പണത്തിനായി നാൻസിയെ ഫാഗിൻ്റെ കൂടെ അയച്ചു. നാൻസിക്ക് പണമെടുക്കാൻ തുടങ്ങുമ്പോഴാണ് മോങ്സ് വന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അയാൾ മോങ്സിനെ നാൻസിക്ക് പരിചയപ്പെടുത്തി. മോങ്സും ഫാഗിനും രഹസ്യമായി എന്തൊക്കെയോ അടക്കം പറയാൻ തുടങ്ങി. പിന്നെ അവർ മുകളിലേക്ക് പോയി. നാൻസി ഇതെല്ലാം രഹസ്യമായി തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവളും അവരറിയാതെ പിന്നിലുണ്ടായിരുന്നു. ഫാഗിൻ പണമെടുത്ത് കൊടുക്കാനെത്തിയപ്പോൾ നാൻസി പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. പണവുമായി ചെന്ന നാൻസിയെ ബിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളാകെ മാറിയതുപോലെ. എന്തുപറ്റി? വിശേഷിച്ചൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. അയാൾ അവളെ അടുത്തേക്ക് വിളിച്ച് കണ്ണുകളിൽ നോക്കി. എപ്പോഴും അവൾ അയാൾക്ക് മദ്യമൊഴിച്ചു കൊടുത്തു. അല്പസമയത്തിന് ശേഷം അയാൾ മയക്കത്തിലേക്ക് വീണു. നാൻസി പതുക്കെ എഴുന്നേറ്റ് മുറി വിട്ടു. പുറത്തിറങ്ങിയപ്പോൾ ഓട്ടമായി. ഓട്ടത്തിനിടയിലും ബില്ലിൻ്റെ ഇരുമ്പ് കൈ തൻ്റെ മേൽ പതിയുമെന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. ഇരുൾ വീണിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ, മുന്നിൽ വരുന്നവരെ പോലും നോക്കാതെ തപ്പിത്തടഞ്ഞ് തിക്കിത്തിരക്കി ഓടിക്കൊണ്ടേയിരുന്നു. അവസാനം ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കിതപ്പോടെ നിന്നു. അങ്ങോട്ട് ഓടിക്കയറി. അപ്പോൾ കാവൽക്കാരൻ അവളെ തടഞ്ഞു. തെണ്ടി തിരിഞ്ഞു വരുന്നൊരു സ്ത്രീ. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. മിസ്സിസ് മെയ്ലി എന്ന സ്ത്രീയുടെ അടുത്തേക്ക് ദയവ് ചെയ്ത് എന്നെ വിടണം. അവൾ കെഞ്ചി കരഞ്ഞു. അവസാനം കാവൽക്കാരൻ അവളെ മെയ്ലിയുടെ അടുത്തേക്ക് എത്തിച്ചു. മെയ്ലി നാൻസിയെ സ്നേഹത്തോടെ അകത്തേക്ക് കയറ്റി. കയറിയ ഉടനെ അവൾ വാതിലടയ്ക്കാൻ അവരോട് പറഞ്ഞു. ഒരു വലിയ രഹസ്യം പറയാനുണ്ട്. അവൾ തന്നെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഫാഗിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ട ഒലിവറെ പിടിച്ചു കൊടുത്തത് താനാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയ മെയ്ലിയോട് തൻ്റെ ജീവിതകഥ മുഴുവൻ നാൻസി പറഞ്ഞു. ജീവിതം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഫാഗിൻ്റെ കെണിയിൽ വീണുപോയി. വൃത്തികെട്ട തെരുവിൽ വൃത്തികെട്ട ജീവിതം. കൊള്ളസംഘത്തിലെ ആളുകളുമായിട്ട് മാത്രമേ ചങ്ങാത്തമുള്ളൂ. അഴുക്ക് ചാലിലെ ജനനം അവിടെ തന്നെ തീരും. പക്ഷേ ഒലിവർ ട്വിസ്റ്റ് അങ്ങനെയാവരുത്. അവൻ്റെ ജീവിതം നിങ്ങളോടൊപ്പമാണ്. അവൻ രക്ഷപ്പെടണം. മെയ്ലി അവളെ സമാധാനിപ്പിച്ചു. അപ്പോൾ അവൾ ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾക്ക് മോങ്സ് എന്നൊരു മനുഷ്യനെ അറിയുമോ? ഇല്ലെന്നവർ പറഞ്ഞപ്പോൾ നാൻസി പറഞ്ഞു, പക്ഷേ നിങ്ങളെ അയാൾക്കറിയാം. നിങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണെന്നും അയാൾക്കറിയാം. ഒരു പക്ഷേ മോങ്സ് എന്നത് അയാളുടെ കള്ളപ്പേരാവാം. നിങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ട ദിവസം രാത്രി മോങ്സ് ഫാഗിനുമായി രഹസ്യം പറഞ്ഞിരുന്നു. ഞാനത് കേട്ടതാണ്. ഞങ്ങളുടെ സംഘത്തിൽ നിന്നും ഒലിവർ പുറത്തു പോയപ്പോൾ അവനെ മടക്കി കൊണ്ടുവരാൻ ഫാഗിന് നല്ലൊരു തുക കൊടുത്തത് മോങ്സാണ്. അല്പം കഴിഞ്ഞ ശേഷം അവൾ വീണ്ടും പറഞ്ഞു, പിന്നീട് ഒരിക്കലും ഞാൻ അയാളെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഇന്നലെ ഫാഗിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഒലിവറെ ആർക്കും തിരിച്ചറിയാനായില്ലെന്നും ആകെയുള്ള തെളിവുകൾ ഇപ്പോൾ നദിയുടെ അടിത്തട്ടിലാണെന്നും അയാൾ പറഞ്ഞു. അവൻ്റെ സ്വത്തിനെ പറ്റിയും അയാൾ പറയുന്നത് കേട്ടു.
അതിൽ അയാൾക്ക് പരിഭ്രമമില്ലത്രേ. എന്നാലും അവനെ വെറുതെ വിടരുതെന്ന് അയാൾ പറയുന്നു. കള്ളനായി തന്നെ അവൻ ജീവിക്കണം. ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരരുത്. അവനെ തൂക്കിക്കൊല്ലുന്നതുവരെ താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് അയാൾ ഫാഗിനോട് പറഞ്ഞത്. നാൻസി പറഞ്ഞു. മെയ്ലി എന്തെങ്കിലും പറയും മുമ്പേ അവൾ വീണ്ടും പറഞ്ഞു, ഒലിവർ മോങ്സിന്റെ സഹോദരനാണെന്നും രഹസ്യമായി പറയുന്നത് കേട്ടു. ഇതും പറഞ്ഞ് പോകാനായി അവൾ ഇറങ്ങി. പോകുമ്പോൾ ഒലിവറെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞു. കൊള്ളസംഘത്തെ ഇത്ര വെറുക്കുന്നെങ്കിൽ എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞ് സ്വയം രക്ഷപ്പെട്ടുകൂടെ? റോസി നാൻസിയോട് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ സംഘത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. പിന്നെ ഉച്ചത്തിൽ കരഞ്ഞു. ഇതൊന്നും ആരോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം. ഇനിയും എന്നെ കാണണമെങ്കിൽ എല്ലാ ഞായറും രാത്രി 11 മുതൽ 12 വരെ ലണ്ടൻ പാലത്തിന്റെ മുകളിൽ വന്ന് നിൽക്കണമെന്നും പറഞ്ഞു. പിന്നെ ഇരുട്ട് വീണ തെരുവിലൂടെ വന്നതിലും വേഗത്തിൽ പാഞ്ഞുപോയി. റോസിക്കും മിസ്സിസ് മേലിക്കും അന്ന് ഉറങ്ങാനേ ആയില്ല. എന്തു ചെയ്യും ഈ രഹസ്യം? ഡോക്ടറോട് പറഞ്ഞാലോ? അത് ശരിയാവില്ല. അയാളൊരു എടുത്തുചാട്ടക്കാരനും രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തവനുമാണ്. ഹാരിയോടായാലോ? അതാണ് നല്ലത്. അയാളെ കത്തയച്ചു വരുത്താം. ഇങ്ങനെ തീരുമാനത്തിലെത്തിയിരിക്കുമ്പോഴാണ് അതാ ഒലിവർ ട്വിസ്റ്റ് ഓടി വരുന്നു. ഗിൽസുമായി പുറത്ത് നടക്കാൻ പോയ അവൻ ബ്രൗൺലോവിനെ കണ്ടിരിക്കുന്നു. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഏതോ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഗിൽസിന്റെ കയ്യിൽ മേൽവിലാസമുണ്ട്. റോസ് ആ മേൽവിലാസം വായിച്ചു നോക്കി. പിന്നെ ഒലിവറെയും കൂട്ടി യാത്രയായി. ഗിൽസിനെ ഒലിവറിന് കാവൽ നിർത്തി റോസ് ബ്രൗൺലോയുടെ വീട്ടിൽ കയറി. ബ്രൗൺലോ മാത്രമല്ല, ഗ്രീൻവിഗും ഉണ്ടായിരുന്നു അവിടെ. റോസ് ഒലിവറിന്റെ കഥ മുഴുവൻ പറഞ്ഞു തീർത്തു. ബ്രൗൺലോയും സുഹൃത്തും ശ്വാസം പോലും വിടാതെ അതെല്ലാം കേട്ടു. ഒലിവർ തൻ്റെ കൂടെയുണ്ടെന്നും അനുവാദം കിട്ടിയാൽ അകത്തേക്ക് വിളിക്കാമെന്നും അവൾ പറഞ്ഞു. ബ്രൗൺലോക്കിന് ഒലിവറെ കാണാൻ തിടുക്കമായി. അപ്പോഴേക്കും ബെഡിനു കൂടി അവിടെ എത്തി. 2 പേരും അവനെ കൂട്ടി വന്നു. ബെഡിനെ ഒലിവർ കെട്ടിപ്പിടിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അവർ കരയുകയും ചിരിക്കുകയും ചെയ്തു. ബ്രൗൺലോയുടെയും മിഴികൾ നിറഞ്ഞു. ബ്രൗൺലോയെ റോസ് ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. നാൻസി പറഞ്ഞ രഹസ്യം മുഴുവൻ അയാളെ ധരിപ്പിച്ചു. ഫാഗിൻ പിടിയിലായില്ലെങ്കിൽ ഒലിവറിന്റെ കാര്യം ഭീഷണിയിലാണെന്ന് പറഞ്ഞു. കൂടുതൽ അറിയാൻ ബ്രൗൺലോ രാത്രിയിൽ ഹോട്ടലിലെത്താമെന്ന് പറഞ്ഞു. രാത്രി ഹോട്ടലിൽ വെച്ച് വിശദമായി കൂടിക്കാഴ്ച നടന്നു. ഫാഗിനല്ല കഥാനായകനെന്ന് അവർ ഉറപ്പിച്ചു. മോങ്സിനെ കാണണം. അതിന് നാൻസിയുടെ സഹായം വേണം. അതിനായി അടുത്ത ഞായറാഴ്ച വരെ കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. ഞായറാഴ്ച എത്തി. പള്ളിമണി രാത്രി 11 അടിച്ചു. ബില്ലിൻ്റെ കൂടെ ഫാഗിനുമുണ്ട്. അപ്പോഴാണ് നാൻസി പുറത്തിറങ്ങാനായി ഒരുങ്ങുന്നത് കണ്ടത്. എങ്ങോട്ട് പോവുകയാണെന്ന ബില്ലിൻ്റെ ചോദ്യത്തിനൊന്നും അവൾ കൃത്യമായി മറുപടി കൊടുത്തില്ല. അവസാനമയാൾ അവളെ മുറിയിൽ പൂട്ടിയിട്ടു. അവൾ അയാളുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ടും പുറത്തേക്ക് വിട്ടില്ല. നാൻസിയുമായി പിടിവലി കൂടിയ ബിൽ വിയർത്ത് കുളിച്ചുപോയി. ദാരിദ്ര്യമാകാം അവളുടെ പെരുമാറ്റം മോശമാക്കുന്നതെന്ന് ബിൽ ഫാഗിനോട് പറഞ്ഞു. ഫാഗിൻ അവിടെ നിന്നും പോന്നു. വഴിയിൽ വെച്ചയാൾ നാൻസിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ബില്ലിൻ്റെ ക്രൂരമായ പെരുമാറ്റം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. തനിക്കും അയാളോട് വെറുപ്പാണെന്ന് ഫാഗിൻ ഉള്ളിൽ പറഞ്ഞു. നാൻസി സമ്മതിക്കുമെങ്കിൽ വിഷം കൊടുത്ത് ബില്ലിനെ കൊല്ലാമെന്നും അയാൾക്ക് തോന്നി. എന്ത് വില കൊടുത്തും നാൻസിയെ പാട്ടിലാക്കണം. അവളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണമെന്നും അയാൾ മനസ്സിലോർത്തു. അവൾക്കേതെങ്കിലും പുതിയ കൂട്ടുകാരനുണ്ടോ? എങ്കിൽ അത് കണ്ടെത്തണം. ഹോട്ടലിൽ വെച്ച് നാൻസിയും മേലിയും സംസാരിച്ച അതേ രാത്രിയിൽ ലണ്ടനിലെ മറ്റൊരു നിരത്തിലൂടെ 2 പേർ നടന്ന് ക്ഷീണിച്ചു വരികയായിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും. ചാർലോട്ടിയും നോവ ക്ലോഫും. ശവപ്പെട്ടികൾക്കിടയിലെ ജീവിതം അടുത്ത് സോവർബറിയുടെ ചില്ലറക്കാശ് മടിച്ചു മാറ്റി അവർ രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. രാത്രി തങ്ങാനായി സ്ഥലമന്വേഷിച്ചെത്തിയത് കുപ്രസിദ്ധമായ ഒരു മദ്യശാലയിൽ. അവിടെ ഒരിടത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഒരാൾ നോക്കിയിരിക്കുകയായിരുന്നു. ഫാഗിനായിരുന്നു അത്. അയാൾക്ക് നോവയെ ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചു. പതുക്കെ അയാൾ അവരുമായി ചങ്ങാത്തം കൂടി. ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടുമുട്ടാം. ആ ഉറപ്പിൽ അയാൾ പോയി.
എന്നാൽ ഒരു കാര്യം സത്യസന്ധമല്ലായിരുന്നു. ലണ്ടനിലെത്തിയപ്പോഴേ നോവ അയാളുടെ പേര് മാറ്റിയിരുന്നു. അതുകൊണ്ട് ഫാഗിനുമായി പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ മോറിസ് വോൾട്ടർ എന്നായിരുന്നു. അപകടം പിടിച്ച പണിയൊന്നും തന്നെ ഏൽപ്പിക്കരുതെന്ന് നോവ എന്ന മോറിസ് ഫാഗിനോട് പറഞ്ഞു. തെരുവിലെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്നും ചില്ലിക്കാശ് തട്ടിപ്പറിച്ചതിൽ ഫാഗിൻ അവനെ അഭിനന്ദിച്ചു. ഒരപകടവുമില്ല. ഒരു ചെറുപ്പക്കാരിയെ അവളുടെ പിന്നാലെ ചെന്ന് പിന്തുടരുകയാണ് പണിയെന്ന് പറഞ്ഞു. അത് തനിക്ക് ഇഷ്ടമാണെന്ന് അയാൾ സമ്മതിച്ചു. എന്നാൽ വരട്ടെ, കാണിച്ചു തരാമെന്ന് ഫാഗിനും പറഞ്ഞു. അടുത്ത ഞായറാഴ്ച അർദ്ധരാത്രിയോടടുക്കുന്നു. 11:45 തെംസ് നദിക്ക് കുറുകെ ലണ്ടൻ പാലം. നിദ്രയിലാഴ്ന്നു കിടക്കുന്ന ലണ്ടൻ നഗരം. ഇരുട്ട് മാത്രം. പാലത്തിനു മുകളിൽ 2 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്ത്രീയും ഒരു പുരുഷനും. സ്ത്രീയെപ്പോലെയല്ല പുരുഷൻ. അയാൾ പിന്നിലാണ്. വണ്ടിക്കാരൻ്റെ വേഷം. പതുങ്ങി പതുങ്ങിയാണ് നീങ്ങുന്നത്. പാലത്തിൻ്റെ നടുക്ക് സ്ത്രീ രൂപം നിന്നു. ഇത്തിരി അകലെ പുരുഷരൂപം മറവിൽ നിന്നു. മണി 12 ഒരു കുതിരവണ്ടി വന്നു. അത് പാലത്തിൻ്റെ മറ്റേ അറ്റത്തായിരുന്നു. വണ്ടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിയും ഒരു മധ്യവയസ്കനും ഇറങ്ങി. റോസും ബ്രൗൺലോയും. നേരത്തെ കണ്ട സ്ത്രീ നാൻസിയായിരുന്നു. അവർ പതുക്കെ സംസാരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ബിൽ തടവിലിട്ടെന്ന് അവൾ പറഞ്ഞു. ഇന്ന് അതിനു മുമ്പ് അയാൾക്ക് മദ്യം നൽകി ഉറക്കി കിടത്തിയിട്ടാണ് താൻ എത്തിയതെന്നും പറഞ്ഞു. തുടർന്നവൾ മോങ്സിനെ കാട്ടിത്തരാമെന്നും ഫാഗിനെ വഞ്ചിക്കാനാവില്ലെന്നും പറഞ്ഞു. ബിൽ അപകടപ്പെടുത്തില്ലെന്ന് വാക്ക് തരാനും പറഞ്ഞു. മോങ്സിൻ്റെ അടയാളങ്ങൾ അവൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബ്രൗൺലോ ഞെട്ടിയതായി നാൻസി കണ്ടു. എന്തുപറ്റി? അയാൾ ചോദിച്ചു. ഇതുപോലെ ഒരാളെ തനിക്കറിയാമെന്ന് അയാൾ പറഞ്ഞു. ഫാഗിൻ്റെ സങ്കേതങ്ങളെപ്പറ്റിയൊന്നും അവൾ പറഞ്ഞില്ല. ഫാഗിൻ ജീവിക്കുന്നിടത്തോളം കാലം ഒലിവറുടെ ജീവൻ പ്രശ്നത്തിലായിരിക്കുമെന്ന് ബ്രൗൺലോ ഓർമ്മിപ്പിച്ചു. ബില്ലിനെ താൻ ഒരിക്കലും കെണിയിൽപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 2 ആൾക്കും വിദേശത്ത് പോയി ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരാമെന്നും അയാൾ പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഫാഗിൻ്റെ രഹസ്യ സംഗീതം നാൻസി ബ്രൗൺലോയ്ക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബ്രൗൺലോ അവൾക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. അവളത് വാങ്ങിയില്ല. പ്രതിഫലത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തതെന്ന് അവൾ അയാളോട് പറഞ്ഞു. റോസും ബ്രൗൺലോയും പോയിട്ടും നാൻസി അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പലതും ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. ഈ നേരമൊക്കെയും അവളെ പിന്തുടരുന്ന പുരുഷനിഴൽ അവൾക്ക് മുമ്പേ ഫാഗിൻ്റെ സങ്കേതത്തിലേക്ക് കുതിച്ചു കഴിഞ്ഞിരുന്നു. പുലരാൻ 2 മണിക്കൂർ മാത്രം. ഫാഗിൻ അസ്വസ്ഥനാണ്. സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നു. അയാൾ തനി ഭ്രാന്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശവക്കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വന്നവനെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. മണിക്കൂറുകളായി ഒറ്റയിരിപ്പ് തന്നെയാണ്. തൊട്ടടുത്ത നോവ സ്വയം മറന്നുറങ്ങുകയാണ്. പുറത്തുനിന്നും അപ്പോൾ ഒരൊച്ചയുണ്ടായി. അത് ബില്ലാണെന്ന് ഫാഗൻ ഉറപ്പായിരുന്നു. അയാൾ വാതിൽ തുറന്നു. അകത്തെത്തിയ ബിൽ ഒരു പൊതി മേശപ്പുറത്ത് വെച്ചു. ഇത് സൂക്ഷിച്ചിട്ട് പകരം എത്ര പണം കിട്ടുമോ അത്രയും തരാൻ പറഞ്ഞു. ഫാഗിൻ ഒന്നും മിണ്ടിയില്ല. അയാൾ പൊതി ഭദ്രമായി കൊണ്ടുവച്ചു. പിന്നെ രൂക്ഷമായി ബില്ലിനെ നോക്കി. വളരെ പേടിപ്പെടുത്തുന്ന മുഖമാണ് അപ്പോൾ ഫാഗിനെന്ന് ബില്ലിന് തോന്നി. അയാൾ ഫാഗിനെ വിളിച്ചെങ്കിലും അനക്കമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാഗിൻ നോവയെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്നലെ നടന്നതെല്ലാം പറഞ്ഞു കൊടുക്ക്, അയാൾ നോവയോട് പറഞ്ഞു. ഞെട്ടിക്കുന്ന കഥ മുഴുവൻ കേട്ടപ്പോൾ ബിൽ ഒരു ഭ്രാന്തനായി. അലറിക്കൊണ്ട് അയാൾ പുറത്തേക്ക് കുതിച്ചു. ബിൽ, ഓടരുത്, നിൽക്കൂ, നിൽക്കാൻ. ഫാഗിൻ പിറകിൽ നിന്ന് ആർത്തെങ്കിലും അയാൾ നിന്നില്ല. വീട്ടിലെത്തി വാതിൽ തള്ളി തുറന്ന് നാൻസിയുടെ കിടക്കക്കരികിലാണ് അയാൾ നിശ്ചലനായത്. ബിൽ അവളെ ഊക്കോടെ തട്ടി വിളിച്ചു. സന്തോഷത്തോടെയാണ് അവൾ ഉറക്കമുണർന്നത്. എങ്കിലും അയാളുടെ മുഖം കണ്ടപ്പോൾ പേടിച്ചു വിറച്ചുപോയി. ഞൊടിയിടയിൽ അയാൾ അവളുടെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു. കട്ടിലിൽ നിന്നും അവളെ താഴെയിട്ടു. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താണിത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിനക്കറിയില്ല അല്ലേ? ബിൽ അലറി. പെട്ടെന്ന് അയാൾ അവളുടെ കഴുത്തിലെ പിടി ഒന്നുകൂടി മുറുക്കി. പിശാചേ, രാത്രിയിൽ നിന്റെ പിന്നാലെ ആളുണ്ടായിരുന്നു. നീ പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞു, അവൾ യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു.
ഞാൻ നിങ്ങളെ ഒറ്റ കൊടുത്തിട്ടില്ല. എപ്പോഴും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ. എന്നെ വെറുതെ വിടും. അവർ നമ്മളെ രക്ഷിക്കും. നമുക്കെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. അവർ തരുന്ന പണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ദേഷ്യം കൊണ്ട് കണ്ണ് കാണാത്തവനായ ബിൽ കോട്ടിനുള്ളിൽ നിന്ന് കൈത്തോക്കെടുത്ത് നാൻസിയുടെ നെറ്റിയിലമർത്തി. 2 തവണ വെടിയുതിർത്തു. അവൾ തറയിൽ കുഴഞ്ഞു വീണു. രക്തപ്രവാഹം. അപ്പോഴും അവൾ കൈ കൂപ്പി പിടിച്ചിരുന്നു. ബില്ലിന് എന്നിട്ടും തൃപ്തി വന്നില്ല. ചുമരിനടുത്തുള്ള വലിയ മരമുട്ടിയെടുത്ത് അയാൾ അവളുടെ തലയ്ക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. തലച്ചോറ് ചിന്നിച്ചിതറി. നേരം വെളുക്കാറായി. രക്ഷപ്പെടണം, അയാൾ ചിന്തിച്ചു. ചോര പുരണ്ട വസ്ത്രങ്ങൾ കത്തിച്ചു. രക്തക്കറ കഴുകിക്കളഞ്ഞ് വേണ്ടതൊക്കെ എടുത്ത് ഒരു കെട്ടുകെട്ടി. അതുമെടുത്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് നായയെക്കുറിച്ച് ഓർത്തത്. അവൻ തന്നെ തിരഞ്ഞു വന്നാൽ പോലീസിനത് ഉപകരിക്കും. അതുകൊണ്ട് അതിനെയും ഒപ്പം കൂട്ടി. വിജനമായ ഏതോ വെളിമ്പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ നടത്തം. ബില്ലിൻ്റെ കൂടെ നായയുമുണ്ട്. മണിക്കൂറുകളായി നടക്കാൻ തുടങ്ങിയിട്ട്. വഴിയിൽ കണ്ട ഏതോ ഭക്ഷണശാലയിൽ കയറി. നായ്ക്കും അയാൾ കഴിക്കുന്ന ഭക്ഷണം എറിഞ്ഞുകൊടുത്തു. വിശപ്പ് മാറിയപ്പോൾ ക്ഷീണമായി. മാറാപ്പിനടുത്ത് തന്നെയായി അയാൾ കിടന്നു. പിന്നെയും നടത്തം തന്നെ. ഫാഗിനെ വിരട്ടി കുറച്ച് പണം വാങ്ങി പാരീസിലേക്ക് കടക്കുക തന്നെ എന്ന് അയാൾ കരുതി. അതിന് വീണ്ടും ലണ്ടനിലെത്തണം. വഴിയിൽ വെച്ച് ഒരു തപാൽക്കാരൻ മറ്റൊരാളോട് കുശലം പറയുമ്പോൾ ഇന്നലെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. നാളെ തന്നെ കൊലയാളിയെ പോലീസ് പിടിക്കുമെന്നും അയാൾ പറഞ്ഞു. കൂടുതൽ കേൾക്കാൻ അയാൾ നിന്നില്ല. വിജനമായ പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്തോറും പിറകിൽ നാൻസി വരുന്നതുപോലെ അയാൾക്ക് തോന്നി. പിന്നെ നായയെയും അയാൾ ഭയന്നു. പോലീസിന് തന്നെ കണ്ടെത്താൻ നായ സഹായകമാകും. അപ്പോൾ അതിനെയും കൊല്ലണം. അയാൾ മനസ്സിലുറപ്പിച്ചു. മുക്കിക്കൊല്ലാം. ഒരു വലിയ തൂവാലയിൽ കല്ല് കെട്ടി വെള്ളം നിറഞ്ഞ ഒരു കുഴിയുടെ അടുത്തേക്ക് അയാൾ നടന്നു. എന്നിട്ട് നായയെ വിളിച്ചു. അതിൻ്റെ കഴുത്തിൽ കല്ല് തൂക്കിയിടാൻ ശ്രമിക്കുമ്പോഴേക്കും അത് കുതിറി ഓടി. പിന്നെ എത്ര വിളിച്ചിട്ടും വന്നില്ല. ഒറ്റ വിളിക്ക് എവിടെയായിരുന്നാലും ഓടി വരുന്ന വിശ്വസ്ത മൃഗമായിരുന്നു അത്. അത് പിന്നെ എങ്ങോട്ടോ ഓടി മറിഞ്ഞു. ഇതിനിടയിൽ ബ്രൗൺലോ 2 പേരുടെ സഹായത്താൽ മോങ്സിനെ പിടികൂടി. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നീ ജയിലിലാകും. ബ്രൗൺലോ താക്കീത് നൽകി. മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മോങ്സിന് തോന്നി. എല്ലാം തുറന്നു പറയൂ. ഞാൻ നിങ്ങളോട് വളരെ മാന്യമായും സൗമ്യവുമായാണ് പെരുമാറുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകനാണ് നിങ്ങൾ. ബ്രൗൺലോ വിശദീകരിച്ചു. സഹികെട്ട് മോങ്സ് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? നിങ്ങളുടെ ശരിക്കുള്ള പേര് എഡ്വേർഡ് ലിഫോ എന്നല്ലേ? അയാൾ മിണ്ടിയില്ല. നിങ്ങളുടെ അച്ഛന് നിങ്ങളല്ലാതെ ഒരു മകൻ കൂടിയില്ലേ? ഇല്ല, അയാൾ നിഷേധിച്ചു. തീർന്നില്ല, ഞാൻ ബാക്കി കൂടി പറയാം. നിങ്ങളുടെ അമ്മയുമായി അച്ഛന് അത്ര നല്ല ബന്ധമില്ലായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ അവരെ വിവാഹം കഴിച്ചു പോയതാണ്. നിങ്ങളുടെ ജനനത്തോടെ അവർ അകലുകയും ചെയ്തു. നിന്റെ അമ്മയേക്കാൾ 10 വയസ്സ് കുറവായിരുന്നു നിന്റെ അച്ഛന്. എനിക്കൊന്നും അറിയില്ല, മോങ്സ് പറഞ്ഞു. ആ ഇടയ്ക്കാണ് ഒരു നാവിക ഉദ്യോഗസ്ഥനും 2 പെൺമക്കളും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരാകുന്നത്. ബ്രൗൺലോ പറഞ്ഞുകൊണ്ടേയിരുന്നു. നാവിക ഉദ്യോഗസ്ഥൻ്റെ മൂത്ത മകൾക്ക് 19 വയസ്സുണ്ടായിരുന്നു. ഇളയവർക്ക് വെറും 3 വയസ്സ്. മൂത്ത മകളുമായി നിങ്ങളുടെ അച്ഛന് അടുപ്പമുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു ആഗ്നസ്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ റോമിലുള്ളൊരു ബന്ധു മരിച്ചു. ആ ബന്ധുവിൻ്റെ സ്വത്ത് മുഴുവൻ നിന്റെ അച്ഛന് ലഭിച്ചു. അവിടെ വെച്ച് നിന്റെ അച്ഛൻ അസുഖവും പിടിച്ചു. രോഗം മൂർച്ഛിച്ചു. വിവരമറിഞ്ഞ അമ്മ അങ്ങോട്ട് പോയി. കൈക്കുഞ്ഞായ നീയും കൂടെ ഉണ്ടായിരുന്നു. അമ്മ എത്തിയ പിറ്റേന്നാൾ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ സകല സ്വത്തും നിങ്ങൾക്ക് വന്നു ചേർന്നു. ഓ, ഇത്രയേ ഉള്ളൂ, അതിലെന്തിരിക്കുന്നു എന്ന ഭാവമായിരുന്നു മോങ്സിന്. പക്ഷേ ബ്രൗൺലോയുടെ കഥ തീർന്നില്ല. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ സ്വന്തമായി വരച്ച ഒരു ഛായാചിത്രം എന്നെ ഏൽപ്പിച്ചിരുന്നു. ആരുടേതായിരുന്നു അതെന്നാണോ? ആഗ്നസിൻ്റെ. മോങ്സ് ഇപ്പോൾ ഒന്ന് ഞെട്ടി. നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും ആഗ്നസിനെ വിവാഹം കഴിച്ച് റോമിൽ താമസിക്കുവാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ വിധി മറ്റൊന്നായി. ബ്രൗൺലോ മോങ്സിനെ ഒന്നുകൂടി നോക്കിയ ശേഷം ബാക്കി പറഞ്ഞു. മരണശേഷം
ഞാൻ ആഗ്നസിനെയും അന്വേഷിച്ച് പോയിരുന്നു. അവളും പിതാവും കൊച്ചനുജത്തിയും എങ്ങോട്ടോ പോയിരിക്കുന്നു. മോങ്സിന് ചിരി വന്നു. കഥ തീർന്നല്ലോ. അപ്പോൾ ബ്രൗൺലോ ഒരു തെളിവ് കൂടി കൊടുത്തു. അനാഥനായി ജനിച്ച നിങ്ങളുടെ സഹോദരൻ പല ദുർഘട സന്ധികളും അതിജീവിച്ച് എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. എനിക്ക് അനുജനില്ല, അയാൾ വീണ്ടും നിഷേധിച്ചു. ആ കുഞ്ഞും ആഗ്നസിൻ്റെ ഛായാചിത്രവും തമ്മിൽ വലിയ രൂപസാദൃശ്യമുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇനി അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് അവകാശപ്പെടാൻ നിങ്ങൾക്കൊരനുജൻ കൂടിയുണ്ട്. ആഗ്നസിന് തന്നിലുണ്ടായേക്കാവുന്ന കുട്ടിക്ക് സ്വത്ത് വീതിച്ചുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ മരണപത്രം എഴുതിയിരുന്നു. അത് നിങ്ങളുടെ അമ്മ നശിപ്പിച്ചു. അനുജന്റെ ജനനത്തെക്കുറിച്ചുള്ള തെളിവുകൾ നിങ്ങൾ നശിപ്പിച്ചു, നദിയിലേക്കെറിഞ്ഞു. ഇനിയും നീ സത്യം പറയില്ല എന്നാണോ? ഇല്ല, മാങ്സ് ഉറപ്പിച്ചു പറഞ്ഞു. നീയൊരു ക്രൂരൻ തന്നെയാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെയാണ് നിന്റെ സഹവാസം. ഒലിവറെ വേട്ടയാടാൻ നീ അവരുടെ ഒപ്പം തന്നെയായിരുന്നു. ഇപ്പോൾ നാൻസിയുടെ കൊലപാതകത്തിൽ കൂടി പങ്കാളിയായി. പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ബ്രൗൺലോ പറഞ്ഞത് കേട്ട് മോങ്സ് തളർന്നുപോയി. ഒരു കൊലപാതകവുമായും തനിക്ക് ബന്ധമില്ലെന്ന് അയാൾ പറഞ്ഞു. ബ്രൗൺലോ വിട്ടില്ല. മോങ്സിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് നാൻസി കൊല്ലപ്പെട്ടത്. ഇത് ഞാൻ കോടതിയിൽ തെളിയിക്കും, അയാൾ പറഞ്ഞു. അതൊഴിവാക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ രേഖകൾ തയ്യാറാക്കി 2 സാക്ഷികളുടെ മുന്നിൽ ഒപ്പിടണം. തയ്യാറാണ്, മോങ്സ് അവസാനം സമ്മതിച്ചു. അപ്പോഴേക്കും ഡോക്ടർ ലോസ് ബോൺ മുറിയിലേക്കെത്തി. മോങ്സിനെ ഉൾക്കിടിലം കൊള്ളിക്കുന്ന വാർത്ത അയാൾ പറഞ്ഞു. നാൻസിയുടെ കൊലയാളി ഇന്നോടെ പോലീസ് പിടിയിലാകും. അയാളുടെ നായയെ നഗരത്തിൽ നിന്നും പോലീസിന് കിട്ടിയിട്ടുണ്ട്. കൊലയാളിയെ പിടിച്ചു കൊടുക്കുന്നവന് പാരിതോഷികം നൽകുമെന്ന് ഗവൺമെൻറ് വിളംബരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകുതി പാരിതോഷികം താന് നൽകുമെന്ന് ബ്രൗൺലോ പറഞ്ഞു. ഫാഗിനെയും ഉടനെ പിടിക്കുമെന്നാണ് ജനസംസാരം, ഡോക്ടർ പറഞ്ഞു. ബ്രൗൺലോ മോങ്സിനെ നോക്കി. എന്താണ് തൻ്റെ തീരുമാനം? പറയുന്നതെല്ലാം അനുസരിക്കാമെന്ന് അയാൾ പറഞ്ഞു. മോങ്സിനെ കൂട്ടിയിട്ട ശേഷം ഡോക്ടറോടൊപ്പം ബ്രൗൺലോ പുറത്തേക്കിറങ്ങി. തേംസ് നദിക്കരയിലെ ഒരു ദ്വീപാണ് ജാക്കബ്. അഴുക്കും ദുർഗന്ധവും അടിയുന്നതിനാൽ 40-40 വർഷമായി അവിടെ താമസക്കാരില്ല. മുമ്പ് ആളുകൾ താമസിച്ച കെട്ടിടങ്ങൾ പലതും ജീർണിച്ചു തുടങ്ങിയിരുന്നു. ഇത്തരം കെട്ടിടങ്ങളിലൊന്നാണ് ഫാഗിൻ്റെ കൊള്ള സംഘത്തിലെ തെമ്മാടികൾ. ടോബിയും മറ്റും പോലീസിനെ വെട്ടിച്ചു കഴിഞ്ഞത് ഇവിടെയാണ്. അവർ ഫാഗിനെ പിടികൂടിയ വിവരം അറിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണത്രേ ഫാഗിനെ പോലീസ് പിടിക്കുന്നത്. ഫാഗിന് തൂക്കുകയർ ഉറപ്പായെന്നാണ് സംസാരം. അയാളെ പിടികൂടുമ്പോൾ കാണാനായി വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. നിലത്ത് വലിച്ചാണ് പോലീസ് കൊണ്ടുപോയത്. അയാൾ രക്ഷിക്കണേ എന്ന് കെഞ്ചി കരയുന്നുണ്ടായിരുന്നു. പേടി അവരെ വല്ലാതെ പിടികൂടിയിരുന്നു. ജനൽ പാളിയുടെ ഏന്തി നോക്കിയപ്പോൾ ഒരു നായ. ക്രിക്കറ്റിനത് മനസ്സിലായി. ബില്ലിൻ്റെ നായ. ഇരുട്ട് ദ്വീപിനെ ആകെ മൂടി. ഒപ്പം തണുപ്പും വന്നു. ഒരനക്കവുമില്ല. മരണവീട് പോലെ അവർ പരസ്പരം നോക്കി മിണ്ടാതെയിരുന്നു. എന്തും സംഭവിച്ചേക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാതിലിനാരോ മുട്ടുന്നു. ആരും വാതിൽ തുറന്നില്ല. വീണ്ടും ശബ്ദം. ക്രിക്കറ്റ് തന്നെ എഴുന്നേറ്റ് പോയി. അപ്പോൾ അനങ്ങാതെ കിടന്ന നായ മുറിക്കുള്ളിൽ ബഹളം കൂട്ടി. മുഖം പകുതിയും മറച്ചുകൊണ്ടുള്ള ഒരു രൂപം. ശരീരമാകെ ചെളിയാണ്. ഒരടി പോലും നടക്കാനാവാത്തതുപോലെ തോന്നും. അത് ബില്ലാണ്. അയാൾ കസാരയിൽ ചെന്ന് എങ്ങനെയോ ഇരുന്നു. ആരും മിണ്ടുന്നില്ല. നിശബ്ദത മുറിച്ച് ബിൽ തന്നെ ചോദിച്ചു, ഈ നായ എങ്ങനെ ഇവിടെ എത്തി? ഒരു 3 മണിക്കൂറായി കാണും. ഒറ്റയ്ക്ക് ഇവിടെ എത്തി. ഫാഗിൻ പിടിക്കപ്പെട്ടു എന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ പത്രത്തിലുണ്ട്. ശരിയാണോ? ശരിയാണ്. വീണ്ടും നിശബ്ദത. ദേഷ്യം കൊണ്ട് അയാൾ ചോദിച്ചു, എന്നോടൊന്നും മിണ്ടാനില്ലേ നിങ്ങൾക്ക്? എന്നിട്ടും ആരും ഒരക്ഷരവും പറഞ്ഞില്ല. അവളുടെ സംസ്കാരം കഴിഞ്ഞില്ലേ? ഇല്ല. അവർ തലയാട്ടി. ഛേ, എന്തിന് നാറുന്ന ശവം ഭൂമിയിൽ വയ്ക്കുന്നു? വീണ്ടും നിശബ്ദത. അപ്പോൾ ആരോ വാതിലിൽ മുട്ടി. ക്രിക്കറ്റ് തന്നെ പോയി വാതിൽ തുറന്നു. ചാർലിയാണ്. മുറിയിൽ വന്നതും അവൻ ബില്ലിനെ കണ്ടു. മറ്റുള്ളവരോടായി അവൻ പറഞ്ഞു, ഞാൻ മറ്റെവിടേക്കെങ്കിലും പോയിക്കൊള്ളാം. ചാർലി. ബിൽ എഴുന്നേറ്റു. അടുത്ത് വരരുത്. ചാർലി ആക്രോശിച്ചു. നിന്നെ ഞാൻ അവർക്ക് പിടിച്ചു കൊടുക്കും. അതിനുള്ള ശിക്ഷയായി
നീ എന്നെ കൊന്നാലും സാരമില്ല. ബില്ലിന് ഭ്രാന്ത് കയറിയിരുന്നു. അയാൾ ചാർലിയുടെ അടുത്തേക്ക് കുതിച്ചു. തന്നെ കൊല്ലാനാണ് വരുതെന്ന് കരുതി അവൻ ബില്ലിൻ്റെ മേലേക്ക് ചാടി അയാളെ മറിച്ചിട്ടു. മറ്റാരും തന്നെ അവരെ പിടിച്ചു മാറ്റിയില്ല. അവർ പരസ്പരം ഉരുണ്ടു മറിഞ്ഞു. ബിൽ അവനെ വലിച്ചു കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടി. പക്ഷേ കാര്യമുണ്ടായില്ല. ആൾക്കൂട്ടം ഇരമ്പിയാർത്ത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങൾ കെട്ടിടം വളഞ്ഞിരിക്കുന്നു, വെടിവെക്കൂ, തീയിടൂ, എറിഞ്ഞു കൊല്ലൂ, ആളുകൾ വിളിച്ചു പറഞ്ഞു. ബിൽ കൂട്ടുകാരോട് പറഞ്ഞു, നദിയിൽ വേലിയേറ്റമാണ്, എനിക്ക് രക്ഷപ്പെടണം, വേഗം ഒരു കയർ തരൂ, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാറ്റിനെയും ഞാൻ കുത്തിക്കൊല്ലും, ഞാനും ചാകും. കയർ ക്രിക്കറ്റ് ചൂണ്ടിക്കാണിച്ചു. ബിൽ കയറുമായി കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി. ജനങ്ങളപ്പോൾ ആർത്തു വിളിച്ചു. അയാളുടെ ധാരണ നദിയിൽ വേലിയേറ്റമായിരിക്കുമെന്നായിരുന്നു. പക്ഷേ താഴെ കെട്ടി നിൽക്കുന്ന ചെളി മാത്രം, അതും 35 അടിയോളം താഴെ. അയാൾ കയർ ചിമ്മിണിയിൽ കെട്ടിയുറപ്പിച്ച് അതിലൂടെ തൂകിയാടി ചതുപ്പിലേക്ക് ചാടിക്കൊണ്ട് ഇരുട്ടിൽ രക്ഷപ്പെടാമെന്നായിരുന്നു പദ്ധതി. രക്ഷപ്പെടാനുള്ള കയർ അയാൾ കഴുത്തിലിട്ടു. പെട്ടെന്നാണ് ജനം കതക് പൊളിച്ച് അകത്തെത്തിയത്. പരിഭ്രമിച്ച് നോക്കിയ ബിൽ കണ്ടത് ആൾക്കൂട്ടത്തിന് മുന്നിലതാ നാൻസി. എന്തിനു നീ എന്നെ പിന്തുടരുന്നു? അതും പറഞ്ഞ് പിന്നോട്ടാഞ്ഞ അയാൾ കാൽ തെറ്റി താഴേക്ക് പതിച്ചു. കഴുത്തിൽ കയർ കുരുങ്ങി അയാൾ നിശ്ചലനായി. താഴെ എത്തിയാൽ കയർ അറുക്കാനുള്ള കത്തി അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതുവരെ പതുങ്ങിയിരുന്ന നായ യജമാന സ്നേഹത്താൽ മേൽക്കൂരയിൽ നിന്നും തലങ്ങും വിലങ്ങും ഓടുകയും കുരയ്ക്കുകയും ചെയ്തു. അവസാനം കയറിൽ തൂങ്ങിക്കിടക്കുന്ന ബില്ലിൻ്റെ ചുമലിലേക്ക് ഒറ്റച്ചാട്ടം. എന്നാൽ ലക്ഷ്യം കാണാതെ ചതുപ്പിലേക്ക് വീണ അതിൻ്റെ തല കല്ലിലടിച്ച് ചിതറിത്തെറിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം താൻ പിറന്നു വീണ അനാഥ മന്ദിരത്തിന് മുന്നിലൂടെ ഒലിവർ ട്വിസ്റ്റ് ഒരു കുതിരവണ്ടിയിൽ യാത്രയിലാണ്. കൂടെ മിസ്സിസ് മെയ്ലിയും റോസും ഡോക്ടറുമുണ്ട്. തൊട്ടു പിറകിലായി മറ്റൊരു വണ്ടിയിൽ ബ്രൗൺലോയും മറ്റൊരാളും. നഗരത്തിലെ ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിന്നു. ബ്രൗൺലോയുടെ സുഹൃത്ത് ഗ്രിവിക് അവിടെ കാത്തു നിന്നിരുന്നു. രാത്രിയിൽ എന്തൊക്കെയോ രഹസ്യ സംഭാഷണങ്ങൾക്ക് ശേഷം ബ്രൗൺലോ ഒലിവറിൻ്റെ അടുത്ത് വന്നു. അയാളുടെ അടുത്ത് എഴുതി തയ്യാറാക്കിയ ഒരു കടലാസമുണ്ടായിരുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് ബ്രൗൺലോ നിർബന്ധം പിടിച്ചു. മോങ്സ്, ബാക്കി രഹസ്യങ്ങൾ കൂടി പറയൂ. ഒലിവറോട് അയാളും അമ്മയും കാട്ടിയ വഞ്ചനയുടെ കഥ അയാൾ പറയാൻ തുടങ്ങി. എഡ്വിൻ ലീഫോ എന്ന തൻ്റെ പിതാവിന് ആഗ്നസ് ഫ്ലെമിംഗ് എന്ന യുവതിയിൽ പിറന്ന മകനാണ് ഒലിവർ ട്വിസ്റ്റ്. അവൻ ജനിച്ചത് അനാഥ മന്ദിരത്തിലാണ്. ഇത്രയ്ക്ക് പോരെ എന്ന മട്ടിൽ അയാൾ വേഗം നിർത്തി. ബ്രൗൺലോ വിടുമോ? കഥ മുഴുവൻ മോങ്സിൻ്റെ ശബ്ദത്തിൽ മറ്റുള്ളവർ കേൾക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. തുടരൂ, ബാക്കി തുടരൂ, അദ്ദേഹം പറഞ്ഞു. റോമിൽ നിന്നും പിതാവ് രോഗിയായി. ആ സമയത്ത് കുഞ്ഞായ എന്നെയും എടുത്ത് അമ്മ അവിടെ എത്തി. ഞങ്ങളെത്തിയ അടുത്ത ദിവസം തന്നെ പിതാവ് മരിച്ചു. അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് എഴുതിയ കത്തും ഒരു പ്രമാണവും അമ്മയ്ക്ക് കിട്ടി. പ്രമാണപ്രകാരം വെറും 700 പൗണ്ട് വീതമേ എനിക്കും അമ്മയ്ക്കും എഴുതിയിരുന്നുള്ളൂ. ബാക്കി സ്വത്ത് മുഴുവൻ ആഗ്നസിനും അവൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനുമായിരുന്നു. അമ്മ അപ്പോൾ തന്നെ പ്രമാണം കീറിക്കളഞ്ഞു. കത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതിലെന്തായിരുന്നു? ബ്രൗൺലോ ചോദിച്ചു. പിതാവ് നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആഗ്നസിനെ വിവാഹം ചെയ്യാം എന്നതായിരുന്നു കത്തിൽ. അതുവരെ ആഗ്നസ് എന്ന് പേര് കുത്തിയ മോതിരവും ലോക്കറ്റും സ്ഥിരമായി ധരിക്കണമെന്ന് എഴുതിയിരുന്നു. വിവാഹത്തിനുള്ള താമസം പരമരഹസ്യമാണ്, പിന്നീട് പറയാം. ആഗ്നസ് ഗർഭിണിയാണെന്ന കാര്യവും കത്തിലുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാതെ മരിക്കേണ്ടി വന്നാൽ തൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കണമെന്നും കത്തിലുണ്ടായിരുന്നു. ബാക്കി ബ്രൗൺലോ തുടർന്നു. റോമിൽ നിന്നും തിരിച്ചെത്തിയ ഉടനെ ഇവൻ്റെ അമ്മ ആഗ്നസിൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി മൂത്ത മകൾ വഴി പിഴച്ചെന്ന് അറിയിച്ചു. അഭിമാനം രക്ഷിക്കാനായി ആ നാവികൻ തൻ്റെ സ്വത്തെല്ലാം വിറ്റ് പെൺകുട്ടികളെ കൂട്ടി വെയിൽസിലേക്ക് പോയി. എന്നാൽ അച്ഛനോട് ആഗ്നസ് ഒന്നും പറയാതെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അന്വേഷിച്ചിറങ്ങി. ഇത് താങ്ങാനാകാതെ നാവികൻ ഹൃദയം പൊട്ടി മരിച്ചു. മോക്സിൻ്റെ അമ്മ പക്ഷേ അച്ഛൻ എഴുതിയ കത്ത് സൂക്ഷിച്ചു വെച്ചു. അച്ഛൻ സ്വഭാവ ദൂഷ്യമുള്ളയാളാണെന്ന് തെളിയിക്കാനായിരുന്നു അത്.
മോങ്സും ബ്രോൺലോയും പറഞ്ഞത് അത്രയും കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അതീവ ദുഃഖത്തിലായി. കഥ തീർന്നില്ല എന്നും ആ ലോക്കറ്റും മോതിരവും എവിടെ പോയെന്നും ബ്രൗൺലോ ചോദിച്ചു. അനാഥ മന്ദിരത്തിലെ ബമ്പിൾ ദമ്പതികളിൽ നിന്നും അത് തട്ടിയെടുത്ത് നദിയിലൊഴുക്കിയ കഥയും അയാൾ പറഞ്ഞു. അതോടെ ഒലിവർ ട്വിസ്റ്റിനെ സംബന്ധിച്ച എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളുകൾ കഴിഞ്ഞിരുന്നു. വല്ലാത്തൊരു നിശബ്ദത അവിടെ ഉണ്ടായി. അപ്പോൾ ബ്രൗൺലോ പറഞ്ഞു, റോസ്, അടുത്ത കഥ നിന്നെ പറ്റിയാണ്. വിഷമിക്കരുത്. ഇനി തനിക്കൊന്നും കേൾക്കാൻ വയ്യെന്ന് റോസ് പറഞ്ഞു. പക്ഷേ എല്ലാവരും ചോദിച്ചു, ഒലിവറിൻ്റെ അമ്മയുടെ സഹോദരി എവിടെയുണ്ട്? ബ്രൗൺലോ പറഞ്ഞു, ഒലിവറിൻ്റെ അമ്മയും മുത്തച്ഛനും മരിച്ചിട്ടും ഇവൻ്റെ അമ്മയ്ക്ക് നാവികൻ്റെ കുടുംബത്തിനോടുള്ള പക മാറിയില്ല. ഒലിവറിൻ്റെ അനാഥയായ ചെറിയമ്മയെ പോറ്റി വളർത്തിയ വീട്ടുകാരോട് അവൾ പിഴച്ചവളാണെന്ന് മോങ്സിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു. പിന്നെ അവളുടെ ജീവിതം കഠിനമായിരുന്നു. ഒടുവിൽ ഒരു വിധവ അവളെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോയി. ആ കുഞ്ഞാരാണ്? മോങ്സിനോട് ബ്രൗൺലോ ചോദിച്ചു. അയാൾ റോസിന് നേരെ കൈ ചൂണ്ടി. അപ്പോൾ കരഞ്ഞുകൊണ്ട് റോസ് മിസ്സിസ് മെയ്ലിയെ കെട്ടിപ്പിടിച്ചു. അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ സമ്പത്തും എനിക്ക് തന്നാലും ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. റോസും താനുമായുള്ള ബന്ധം മനസ്സിലായപ്പോൾ അതാ ഒരാൾ നിയന്ത്രണം കിട്ടാതെ പൊട്ടിക്കരയുന്നു. അത് ഒലിവർ ട്വിസ്റ്റായിരുന്നു. മോങ്സിൻ്റെ കണ്ണുകളിൽ അപ്പോഴും തീപ്പൊരിയുണ്ടായിരുന്നു, കടുത്ത പകയുടെ. അപ്പോൾ ആരോ കതകിൽ മുട്ടി. മിസ്സിസ് മെയ്ലിയുടെ മകൻ ഹാരി മെയ്ലിയായിരുന്നു അത്. അയാൾക്ക് റോസിൻ്റെ കഥകളെല്ലാം തന്നെ അറിയാമായിരുന്നു. 1 വർഷം മുമ്പ് അയാൾ അവളോട് വിവാഹ അഭ്യർത്ഥനയും നടത്തി. സ്വന്തമായി ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവളാണെന്ന് പറഞ്ഞ് അന്ന് റോസ് അത് നിരസിക്കുകയായിരുന്നു. 3 മാസത്തിനുള്ളിൽ ആ വിവാഹം നടന്നു. മിസ്സിസ് ബെയ്ലി മകനും മരുമകൾ റോസിനൊപ്പമാണ് ഇപ്പോൾ താമസം. ഫാഗിന് വധശിക്ഷ കിട്ടി. അയാൾ മരണം കാത്ത് ഒരു ഭ്രാന്തനെ പോലെ കഴിഞ്ഞു. ബ്രൗൺലോയും ഒലിവറും അയാളെ കാണാൻ പോയിരുന്നു. മോങ്സ് സൂക്ഷിക്കാൻ കൊടുത്ത രഹസ്യരേഖകളെക്കുറിച്ച് ബ്രൗൺലോ ചോദിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു. പിന്നെ ഒലിവർ ട്വിസ്റ്റിൻ്റെ ചെവിയിൽ അത് ഒളിപ്പിച്ച സ്ഥലം പറഞ്ഞു കൊടുത്തു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അയാളെ പരസ്യമായി തൂക്കിലേറ്റി. ഒലിവറിന് തൻ്റെ പിതാവിൻ്റെ പ്രമാണപ്രകാരം മുഴുവൻ സ്വത്തിനും അവകാശമുണ്ടായിരുന്നു. എന്നാൽ നല്ലവനായ ബ്രൗൺലോ പകുതി സ്വത്ത് മോങ്സിന് കൊടുപ്പിച്ചു. അവൻ നന്നാവട്ടെ എന്ന് കരുതി തന്നെ. പക്ഷേ താന്തോന്നിയായ മോങ്സ് കൂടുതൽ ചീത്തയാവുകയാണ് ചെയ്തത്. അയാൾ കാശുമായി അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ മോശമായ ജീവിതം നയിച്ച് ജയിലിൽ വെച്ച് മരിക്കുകയുമായിരുന്നു. ഒലിവർ ട്വിസ്റ്റിനെ ബ്രൗൺലോ ദത്തെടുത്തു. മിസ്സിസ് മെയ്ലിയും കുടുംബവും താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അവരൊരു വീട് പണിതു. അവനെ നോക്കാൻ മിസ്സിസ് ബെഡിനും കൂടെയുണ്ട്. ഡോക്ടർ ലോസ് ബോണും അവരുടെ അടുത്തേക്ക് താമസം മാറ്റി. മറ്റൊരു കാര്യം, ഒലിവറെ ആദ്യമൊക്കെ സംശയിച്ചിരുന്ന ഗ്രീവിംഗ് ഉണ്ടല്ലോ, അയാളും ഒലിവറുടെ അടുത്തേക്ക് ആ നാട്ടിൻ പുറത്തേക്ക് മാറി താമസിച്ചു. അനാഥ മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരായ ബമ്പിളും ഭാര്യ കോണിയും ജോലിയിൽ നിന്ന് വിരമിച്ച് അനാഥ മന്ദിരത്തിലെ അന്തേവാസികളായി. ആ നാട്ടിൻ പുറത്തെ പള്ളിക്ക് മുന്നിൽ പുതിയതായി ഒരു ശവക്കല്ലറ വന്നിട്ടുണ്ട്. വെണ്ണക്കല്ലിൽ പണിത അതിന്മേൽ സുന്ദരമായ അക്ഷരത്തിൽ കൊത്തിവെച്ചത് ഇതായിരുന്നു: ആഗ്നസ്. ചാൾസ് ഡിക്കൻസിന്റെ വിശ്വപ്രസിദ്ധമായ ഒലിവർ ട്വിസ്റ്റ് എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.